നമസ്കാരം. നീലും ലിറ്റിൽ ഗോൾഡും കൂടി ആ ഗാർഡുകളുടെ അടുത്ത് എത്തി ആ ടോക്കൺ കൊടുത്തതും ആ ടോക്കൺ വലിച്ചെറിഞ്ഞ ആ ലോങ് യാങ് നീലിനെ അകത്തേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ മറ്റു ചില കാര്യങ്ങൾ ഓൺ ദ വേയിൽ സംഭവിക്കുകയാണ്. ആ നാൻമെങ് എന്ന നാൻഷാൻ അയാൾക്കൊപ്പമുള്ള ക്യുലിൻ കുടുംബത്തിലെ റിച്ചാർഡിനോട് ചില കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. ശരിക്കും റിച്ചാർഡിനെ കൂട്ടിക്കൊണ്ട് അയാൾ ആ കോർട്ട് അവരുടെ അടുത്തേക്ക് പായുമ്പോഴാണ് ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം പറയാൻ ക്യുലിൻ ശ്രമിക്കുമ്പോൾ അവൻ അമ്പരപ്പെടെ ഒരു കാര്യം മനസ്സിലാക്കി. അവനും നീലും കൂടി ഒരു ഫൈറ്റ് ഉണ്ടായത് അവൻ നല്ല ഓർമ്മയുണ്ട്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതാണ് ഇപ്പോൾ അവന് ഓർമ്മയില്ലാത്തത്. നീലുമായി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവന്റെ ഒപ്പം ഒറിജിൻ കിങ് ലെവലിലെ യോദ്ധാക്കൾ ഉണ്ടായിരുന്നു 4 പേർ. ആ 4 പേരും കൊല്ലപ്പെട്ടു, അവന് പരിക്കുവേറ്റു. പക്ഷെ അത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് അവന്റെ കയ്യിൽ ഇല്ലാത്തത്. നാൻമെങ്ങിനോട് അവൻ പറയുകയും ചെയ്തു, മാസ്റ്റർ നാൻമെങ്, എനിക്ക് ആ ഭാഗം ഓർമ്മ വരുന്നില്ല, എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. അങ്ങനെ ക്യുലിൻ റിച്ചാർഡ് പറഞ്ഞതും നാൻമെങ് ക്യുലിൻ റിച്ചാർഡിനെ ഒന്ന് സ്കാൻ ചെയ്യുകയാണ്. അയാളുടെ മനസ്സിലേക്ക് തന്റെ മനസ്സിനെ ഒന്ന് കയറ്റിവിട്ട് ആ മനസ്സിലുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ നാൻമെങ് നടത്തിയത്. പക്ഷെ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയപ്പോൾ തന്നെ അയാൾ പുറകോട്ട് തെറിച്ചുപോയി. അതിശക്തമായ ഒരു ഫോഴ്സ് ആ ഓർമ്മ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ആ തടസ്സപ്പെടുത്തലിനെ മറികടക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ശക്തമായ ബാക്ക് ഫയർ ഏൽക്കുകയാണ്. ആ തിരിച്ചടി അതിശക്തമാണെന്ന് തോന്നിയതുകൊണ്ടാണ് നാൻമെങ് പിന്നെ ശ്രമിക്കാത്തത്. ആ ശ്രമത്തിനിടയിൽ അവർക്ക് കുറച്ച് സമയം നഷ്ടപ്പെടുകയും ചെയ്തു. ആ സമയത്താണ് നീൽഗിരിയുടെ ടോക്കൺ ലോങ് യാങ് വലിച്ച് താഴേക്കെറിയുന്നത്. നീല് യഥാർത്ഥത്തിൽ ആ ഹോട്ടലിന് മുകളിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച സമയത്ത് സിന്നർഗ്രയുടെ ആ മുഖമെടുത്ത് ധരിച്ചിരുന്നു. നീലിനെയല്ലേ ആളുകൾ വേട്ടയാടുന്നത്. ടൗണിലേക്ക് ഓടിക്കേറിയിട്ട് സിന്നറായി വേഷം മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധ നിന്ന് മാറാൻ കഴിയുമെന്ന് കരുതിയാണ് നീൽ അങ്ങനെ ചെയ്തത്. പക്ഷേ നീല് വിചാരിക്കാത്ത വേഗതയിൽ ആ ഒറിജിൻ കിങ് ലെവലുകാർ നീലിന്റെ പുറയിലെത്തിയപ്പോൾ നീൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോ നീല് ശരിക്കും പെട്ടതുപോലെയാണ്. മുഖത്ത് സിന്നറിന്റെ മുഖംമൂടിയുണ്ട്, എന്നാൽ അത് ശരിക്കും അങ്ങോട്ട് ആയിട്ടുമില്ല. ലോങ് യാങ് നീലിനോട് പറഞ്ഞു, ഏയ്, ഇവിടെ നിന്ന് കറങ്ങാതെ സ്ഥലം വിട്. ഇവിടെ ശരിക്കും ഞങ്ങള് ആളുകളെ എന്റർടൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല. ലോങ് യാങ് അങ്ങനെ പറയുമ്പോൾ അടുത്തിരിക്കുന്ന ഫെങ് നീലിനെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. നീലിനെ അയാള് സൂക്ഷിച്ചു നോക്കുമ്പോൾ നീല് ലോങ് യാങ്ങിനോട് പറഞ്ഞു, എനിക്ക് എങ്ങനെ അകത്ത് കയറിയേ പറ്റൂ. നിന്നോടല്ലേ പറഞ്ഞത് അകത്തേക്ക് കയറാൻ പറ്റില്ലെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലോങ് യാങ് അയാളുടെ കയ്യിലെ വാള് നീലിന്റെ കഴുത്തിലേക്ക് ചൂണ്ടി. നീലിന്റെ കഴുത്തിലേക്ക് അയാൾ ആ വാള് ചൂണ്ടുമ്പോൾ നീലിന്റെ കയ്യിൽ ശരിക്കും ഒരു കുഞ്ഞ് പൂച്ചയായി ലിറ്റിൽ ഗോഡ് മാറിക്കഴിഞ്ഞു. ശരിക്കും ലിറ്റിൽ ഗോഡ് നീലിനെ രക്ഷിച്ചത് ഒരു ജീവൻ മരണ പോരാട്ടത്തിലൂടെയാണ്. അതിന്റെ ഫലം ലിറ്റിൽ ഗോഡിന്റെ ബോഡിയിൽ അനുഭവിക്കാനുണ്ട്. ശരിക്കും ആ ബോഡി തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് പറയാം. ഇപ്പോഴും ലിറ്റിൽ ഗോഡിന് ജീവനുണ്ട് എന്ന് മാത്രം. നീല് എങ്ങനെയും ലിറ്റിൽ ഗോഡിനെ രക്ഷിക്കാൻ വേണ്ടി ആ കോർട്ടവറിൽ കയറാനുള്ള ശ്രമത്തിലാണ്. നീൽ അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴാണ് കഴുത്തിലേക്ക് വാള് ചൂണ്ടി ലോങ് യാങ് നീലിനെ തടുത്തത്. ആ സമയത്ത് അതുവരെ നിശബ്ദനായിരുന്ന ഫെങ് നീലിന്റെ അടുത്തേക്ക് വന്ന് നീലിനോട് ചോദിച്ചു, ഏയ്, നേരത്തെ ഇവിടെ വന്ന ആ ചെറുപ്പക്കാരൻ നീയല്ലേ? ശബ്ദം വളരെ താഴ്ത്തിയാണ് ഫെങ് ആ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും നീലിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ശരിക്കും ഒരു പ്രതീക്ഷ കലർന്ന പുഞ്ചിരി. അത് കണ്ടതും ആ മനുഷ്യൻ നീലിന്റെ തൊട്ടടുത്ത് അയാളുടെ ചെവി എത്തിച്ചിട്ട് നീലിനോട് പറഞ്ഞു, നീ ആ പേര് എന്റെ ചെവിയിലോട്ട് പറ. അത് കേട്ടതും നീല് അയാളുടെ ചെവിയിൽ പതുക്കെ പറഞ്ഞു, ലിങ് യുവാൻ. ലിങ് യുവാൻ എന്ന് നീല് പറഞ്ഞതും ആ ഓൾഡ് ഫെങ് ലോങ് യാങ്ങിന്റെ വാളിൽ പിടിച്ചതും ഒരേ നിമിഷത്തിലാണ്. ശരിക്കും ആ മൂർച്ചയുള്ള വാളിലേക്ക് ഫെങ് പിടിച്ചതും ഫെങ്ങിന്റെ കൈ കൂടി ചോര വരികയും ചെയ്തു. ശരിക്കും അപ്രതീക്ഷിതമായി ആ വാള് പിടിച്ച് ഫെങ് മാറ്റുകയായിരുന്നു. ഫെങ് ആ വാള് പിടിച്ച് മാറ്റിയതും നീല് അല്പം പുറകോട്ട് മാറിയ നീലിന്റെ മുന്നിലേക്ക് കയറി നിന്ന ഓൾഡ് ഫെങ് അയാളുടെ സന്തത സഹചരിയായ ലോങ് യാങ്ങിനോട് പറഞ്ഞു, ഏയ് ഓൾഡ് യാങ്, ഈ ചെറുപ്പക്കാരനെ തൊട്ടാൽ നീ എന്റെ വിശ്വരൂപം അറിയും. സെക്കൻഡുകൾ കൊണ്ട് ഫെങ്ങിനുണ്ടായ ആ മാറ്റം ശരിക്കും ലോങ് യാങ്ങിനെ അമ്പരപ്പിക്കുന്നതിന് ചെയ്തു. അയാള് അമ്പരപ്പോടെ തന്റെ സുഹൃത്തും സന്തത സഹചാരിയുമായ ഫെങ്ങിന്റെ ആ റിയാക്ഷനിൽ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്തുകൊണ്ട് ഫെങ്ങിനോട് പറഞ്ഞു, ഹേയ് ഓൾഡ് ഫെങ്, താൻ എന്താണോ ഈ കാണിക്കുന്നത്? താൻ എന്താ ആ ചെറുപ്പക്കാരനെ സംരക്ഷിക്കാൻ പോവുകയാണോ? അതെ, ഞാൻ എന്റെ ജീവൻ കൊടുത്തു, ഞാൻ ഈ ചെറുപ്പക്കാരനെ സംരക്ഷിക്കും. ഓൾഡ് ഫെങ്ങിന്റെ ആ ഡയലോഗ് ശരിക്കും വല്ലാത്തൊരു ഞെട്ടൽ ഇപ്പോ യാങ്ങിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഫെങ് ഈ ശല്യത്തിൽ റിയാക്ട് ചെയ്യുന്നത് യാങ് കണ്ടിട്ടേ ഇല്ല. എത്രയോ വർഷങ്ങളായി അവർ രണ്ടുപേരും അവിടെ ഉണ്ട്. അവർ പങ്കുവയ്ക്കാത്ത
കാര്യങ്ങളില്ല എന്നതാണ് സത്യം. അപ്പോ ഇത് തികച്ചും അപ്രതീക്ഷിതമായി എവിടുന്നോ വന്ന ഒരു ചെറുപ്പക്കാരന് വേണ്ടി ഇത് യാങ്ങിനോട് പൊരുതാൻ ഫെങ് ഉറച്ചു നിൽക്കുകയാണ്. ഈ സമയത്താണ് അവിടേക്ക് നാൻമെങ്ങും ക്യുലിൻ റിച്ചാർഡും നാൻമെങ്ങിന്റെ കൂടെയുള്ള ആ ഗാർഡുകളും എത്തുന്നത്. അവര് വരുമ്പോ രസകരമായ ഒരു കാഴ്ച അവർ കാണുകയാണ്. കോർട്ട് ടവറിലെ ആ പ്രധാന വാതിലിന് മുന്നിൽ ആ രണ്ട് ഗാർഡുകളും മുഖാമുഖം നിൽക്കുകയാണ്. ഫെങ്ങിന്റെ പുറകിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരന് നേരെ വാള് ചൂണ്ടിരിക്കുന്ന യാങ്ങിന്റെ മുന്നിലേക്ക് കയറി നിൽക്കുന്ന ഫെങ്ങിനെയാണ് ഇപ്പോ നാൻമെങ്ങും കൂട്ടരും കാണുന്നത്. നാൻമെങ്ങും കൂട്ടരും അവിടേക്ക് വന്നപ്പോ സ്വാഭാവികമായിട്ടും ഒരു അമ്പരപ്പ് യാങ്ങിനും അതുപോലെ ഫെങ്ങിനുമുണ്ട്. നാൻമെങ്ങിനൊപ്പം ക്യുലിൻ കുടുംബത്തിലെ റിച്ചാർഡും ഉണ്ട്, വേറെയും കുറെ ആളുകളുണ്ട്. അവരെ ഫെങ് നോക്കുമ്പോഴേക്കും നാൻമെങ്ങിന്റെ ശബ്ദം ഫെങ്ങിന് വ്യക്തമായി കേൾക്കാം. ഫെങ്, എനിക്ക് നിന്റെ പുറകിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ വേണം. അവൻ ഒരുപാട് കുറ്റകൃത്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അവനെ ജീവനോടെ എനിക്കിപ്പോ വേണം. അത് കേട്ടതും ഫെങ് അയാളുടെ വാള് വലിച്ചൂരി നാൻമെങ്ങിന് നേരെ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹത്തോടായി പറഞ്ഞു, നാൻമെങ്, ഇവിടെ ഞങ്ങളാണ് അധികാരികൾ. ഈ ചെറുപ്പക്കാരനെ തൊടാമെന്ന് താങ്കൾ സ്വപ്നത്തിൽ പോലും കരുതണ്ട. നാൻമെങ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയാണ് ആ ഗാർഡുകളിൽ ഒരുവനായ ഫെങ്ങിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. യാങ്ങും അത്ഭുതത്തോടെ ഇപ്പോ ഫെങ്ങിനെ നോക്കുകയാണ്. ഫെങ് ആ ചെറുപ്പക്കാരന് വേണ്ടി യാങ്ങിനോട് എതിരിട്ടു എന്നുള്ളത് ഒരു വസ്തുത. ഇപ്പൊ ഇത് ആ കോർട്ട് ടവറിലെ പ്രധാന അംഗങ്ങളിൽ ഒരാളായ നാൻമെങ്ങിനെതിരെയും ഫെങ് തിരിയുകയാണ്. അതും ആ ചെറുപ്പക്കാരന് വേണ്ടിയാണ്. അല്ല, ഈ ഓൾഡ് ഫെങ്ങിന് ഇതെന്താ പറ്റിയത്? നാൻമെങ്ങിനോടുള്ള ഓൾഡ് ഫെങ്ങിന്റെ ഡയലോഗ് കേട്ടതും ലോങ് യാങ് ഫെങ്ങിനോട് ചോദിച്ചു, ഓൾഡ് ഫെങ് എന്തായി കാണിക്കുന്നത്? തലയ്ക്ക് സ്ഥിരതയില്ലാതായോ? അങ്ങനെ ലോങ് യാങ് ചോദിക്കുമ്പോ നാൻമെങ് ഓൾഡ് ഫെങ്ങിനോടായി പറഞ്ഞു, ഫെങ്, നിങ്ങൾക്ക് അധികാരമുള്ളത് അകത്ത് ആൽക്കിമി മാസ്റ്റർ ഉള്ളപ്പോഴാണ്. അദ്ദേഹം അവിടെ ഇല്ല എന്നത് വ്യക്തമാണ്. അദ്ദേഹം ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് അധികാരമില്ല എന്നത് മറക്കരുത്. ഫെങ്ങിനോട് അങ്ങനെ അയാൾ പറഞ്ഞിട്ട് മുന്നോട്ട് ചലിക്കാൻ ശ്രമിച്ചതും ഫെങ് ആ വാളുമായി ഒരൊറ്റ കുതിച്ചെന്ന് മാത്രമല്ല, വായുവിൽ ശക്തമായി ചാടി ഉയർന്ന് ഫെങ് ആഞ്ഞ് വെട്ടുകയും ചെയ്തു. തൽഫലമായി അനവധി സോഡുകളാണ് അവിടെ വായുവിൽ സൃഷ്ടിക്കപ്പെട്ടത്. ശരിക്കും സ്പിരിച്വൽ സോഡ് ഉപയോഗിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഒരു സോഡ് ടെക്നിക്ക് തന്നെ ഫെങ് അവിടെ കാഴ്ചവെക്കുകയാണ്. അനവധി വാളുകൾ വായുവിൽ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതും ആ വാളുകൾ ഉണ്ടാക്കിയ ഒരു പ്രഷർ സ്വാഭാവികമായിട്ടും നാൻമെങ്ങിന്റെയും കൂട്ടുന്നേരെ പാഞ്ഞു വരികയാണ്. പെട്ടെന്ന് നാൻമെങ് അയാളുടെ സോഡ് ഇന്റന്റ് ആക്ടിവേറ്റ് ചെയ്ത് ആ വാളുകളെ തടുത്തു. എങ്കിലും അയാളും കൂട്ടരും ഒരു സ്റ്റെപ്പ് പുറകോട്ട് മാറുകയും ചെയ്തു. ഈ സമയത്ത് ലോങ് യാങ്ങിന് വല്ലാത്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യണം. നാൻമെങ്ങിനെയും കൂട്ടരെയും സംസാരിക്കാൻ പോലും അനുവദിക്കാതെ ഓൾഡ് ഫെങ് ആക്രമിച്ചിരിക്കുകയാണ്. ഈ ഓൾഡ് ഫെങ്ങിന് എന്തു പറ്റി? ഓൾഡ് ഫെങ്ങിന്റെ അടുത്തേക്ക് ഓടിയെത്തിയ ലോങ് യാങ് ഫെങ്ങിനോട് ചോദിച്ചു, ഓൾഡ് ഫെങ്, എന്താ പറ്റിയേ? ആ ചോദ്യം കേട്ടതും ഫെങ് യാങ്ങിനോട് പറഞ്ഞു, ഓൾഡ് യാങ്, നീ ആ ചെറുപ്പക്കാരനെ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. ഓൾഡ് ഫെങ് ശബ്ദം താഴ്ത്തി പറഞ്ഞതും ആ ഓൾഡ് യാങ് ഓടി നീലിന്റെ അടുത്തേക്ക് വന്നു. നീലിന്റെ അടുത്തേക്ക് ഓടിയെത്തിയ ഓൾഡ് യാങ് ഫെങ്ങിന്റെ അസാന്നിധ്യത്തിൽ ആ ചെറുപ്പക്കാരനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണെന്നുള്ള ഒരു ധാരണയാണ് ഈ നാൻമെങ്ങിന്റെ കൂടെയുള്ള ആ ക്യുലിൻ റിച്ചാർഡിന് ഉണ്ടായത്. തൽഫലമായി ക്യുലിൻ റിച്ചാർഡിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുകയും ചെയ്തു. അയാളുടെ മകനെ തൊട്ട് ആ ചെറുപ്പക്കാരൻ ഇതാ അവസാനിക്കാൻ പോവുകയാണ്. ഓൾഡ് ഫെങ്ങിനെ ഒരു ഭാഗത്ത് നിന്ന് നാൻമെങ്ങിൻ ടീം അറ്റാക്ക് ചെയ്യുമ്പോൾ അവരോട് എതിരിട്ട് നിൽക്കാനല്ലേ ഫെങ്ങിന് പറ്റൂ. മറുഭാഗത്ത് ലോങ് യാങ് നീലിനെ അറ്റാക്ക് ചെയ്താൽ ശരിക്കും നീൽ പെട്ടു. നീലിന്റെ അടുത്തേക്ക് ഓടിയെത്തിയ യാങ് നീലിന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതേസമയത്ത് നീലിന്റെ ഓറ അയാളൊന്ന് അനലൈസ് ചെയ്യുകയും ചെയ്തു. ആ നിമിഷത്തിൽ അയാൾക്ക് ശരിക്കൊരു അമ്പരപ്പുണ്ടായി. നീ നേരത്തെ ഇവിടെ വന്ന ആ ചെറുപ്പക്കാരനാണല്ലേ? അതേ സീനിയർ, അത് ഞാൻ തന്നെയാണ്. നീല പെട്ടെന്ന് അങ്ങനെ ഓൾഡ് യാങ്ങിനോട് മറുപടിയും പറഞ്ഞു. കാരണം അതുവരെയുള്ള ഓൾഡ് യാങ്ങിന്റെ ആ ടോണല്ല ഇപ്പോ നീല് കേട്ടത്. അത് കേട്ടതും യാങ് ആ വാളുമായി ഫെങ്ങിന്റെ അടുത്തേക്ക് കുതിച്ചെത്തി. അയാൾ ഫെങ്ങിന്റെ കൂടെ ചേർന്ന് നിന്നിട്ട് നാൻമെങ്ങിനോട് പറഞ്ഞു, നാൻമെങ്, ഞങ്ങൾ രണ്ടും ജീവനോടെ ഇവിടെ ഉള്ളപ്പോ ഒരാളെയും ഞങ്ങൾ അകത്തേക്ക് വിടില്ല. ലോങ് യാങ് ശരിക്കും 180 ഡിഗ്രിയിൽ ഇതാ കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്. ഇതുവരെ ഫെങ്ങിനെതിരെ നിന്ന ആ കക്ഷി ഇതാ ഫെങ്ങിനൊപ്പം കൂടിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ടും ക്യുലിൻ റിച്ചാർഡിന് മനസ്സിലായില്ല. ക്യുലിന്റെ അടുത്തിരിക്കുന്ന നാൻമെങ് വല്ലാത്തൊരു അമ്പരപ്പോടെ ആ ലോങ് യാങ്ങിനോട് ചോദിച്ചു, യാങ്, നിനക്കും വട്ടായോ? ആ ചെറുപ്പക്കാരനെ വിട്ടുതരാൻ പറയുമ്പോ നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്തത്? അത് കേട്ടതും ലോങ് യാങ് പറഞ്ഞു, നാൻമെങ്, ആ ചെറുപ്പക്കാരനെ ഒരാൾക്കും ഞങ്ങൾ വിട്ടുതരത്തില്ല. ആ ചെറുപ്പക്കാരന് വേണ്ടി ഞാൻ എന്റെ ജീവൻ കൊടുക്കും. അങ്ങനെ യാങ് പറഞ്ഞതും യാങ് ആ വാള് ശരിക്കും വായുവിൽ ചുഴറ്റിയതും ഒരേ നിമിഷത്തിലാണ്. ഒരു ഭാഗത്ത് ഫെങ്ങും മറുഭാഗത്ത് യാങ്ങും
യാങ്ങും ഫെങ്ങും തോളോട് തോൾ ചേർന്നുകൊണ്ട് മുന്നോട്ടൊരൊറ്റ കുതിപ്പ്. രണ്ടുപേരുടെയും വാളുകൾ വായുവിൽ അക്ഷരാർത്ഥത്തിൽ ഒരു സോഡ് വേൾഡ് തന്നെ സൃഷ്ടിക്കുകയായിരുന്നു. നൂറുകണക്കിന് വാളുകളുടെ ഒരു സൃഷ്ടി തന്നെ ആ വായുവിൽ ഉണ്ടാകുകയാണ്. മെറിഡ് സോഡ് സെക്ഷന്റെ ആ സോഡ് മാസ്റ്റർ നീലിനെ പഠിപ്പിച്ച ആ സോഡ് ടെക്നിക്കിലെ അനുസ്മരിപ്പിക്കുന്ന ശൈലിയിൽ അനവധി വാളുകളുടെ ഒരു മായാ സൃഷ്ടി ആ വായുവിൽ ഉണ്ടായിരുന്നു. നാൻവങ്ങും കൂട്ടരും പെട്ടെന്ന് അവരുടെ യുദ്ധ സ്റ്റാൻഡിലേക്ക് കടന്നു. അവരും വായുവിലേക്ക് ചാടി ഉയർന്ന് വാളുകളുമായി തിരിച്ച് അറ്റാക്ക് ചെയ്യാണ്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു ഫൈറ്റ് അവിടെ നടക്കുമ്പോഴാണ് ലിയോ യാമിയും ലിയോ ഊവലനും അവിടേക്ക് എത്തുന്നത്. ഊവലനും യാമിയും സംഭവ സ്ഥലത്തെത്തുമ്പോൾ ആ ഗാർഡുകൾ നാൻമങ്ങിനും ടീമിനെ എതിരിടുകയാണ്. ഇതിപ്പോ എന്താ സംഭവിക്കുന്നത്? ഒരു പിടിയില്ല. നീൽഗിരി ആണെങ്കിൽ ആ കൊച്ചു പൂച്ചയുമായിട്ട് ആ വാതിലിന്റെ അടുത്ത് നിൽക്കുകയാണ്. നീല് ജീവനോടെ ഉണ്ട്. അത് കണ്ടപ്പോഴാണ് യാമിക്കൊരു ആശ്വാസമായത്. യാമി നീലെന്ന് വിളിക്കാൻ പോയതും ഊവലൻ യാമിയുടെ വാങ്ങ് പൊതി. യാമി മിണ്ടാതിരിക്കുക, ഇതിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. ശക്തരായ ആളുകളുടെ പോരാട്ടമാണ് നടക്കുന്നത്. ആ കോർട്ടവറിലെ രണ്ട് ഗാർഡുകളും ഫെങ്ങും യാങ്ങും അക്ഷരാർത്ഥത്തിൽ സൂപ്പർ പവറുള്ള ഗാർഡുകളാണ്. അവരെ എതിരിടുന്ന നാൻമങ് ഈ ഡാനൂബ് സിറ്റിയിലെ ഏറ്റവും ശക്തരായ യോദ്ധാക്കൾ ഒരാളാണ്. അയാളെക്കാൾ ശക്തിയുള്ള ആളുകൾ കുറച്ചുപേരെ ആ ഡാനൂബ് നഗരത്തിലുള്ളൂ. അത് ഈ ഊവലന് അറിയാം. നാൻമങ് ഫൈറ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് കയറി അഭിപ്രായം പറയാൻ നിൽക്കുന്ന പോലും അപകടകരമാണെന്ന് അറിയാവുന്ന ഊവലൻ യാമിയെ പുറകോട്ട് മാറ്റിയായിരുന്നു. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ അവിടെ ആ ഫൈറ്റ് നടക്കുമ്പോൾ നാൻമങ്ങിന് ഒരു കാര്യം മനസ്സിലായി. താൻ വിചാരിച്ചാൽ ആ രണ്ട് ഗാർഡുകളെയും പരാജയപ്പെടുത്താൻ പറ്റില്ല. അയാളും അയാളുടെ കൂടെയുള്ള ആളുകളും ശരിക്കും ശക്തരാണെങ്കിലും ആ വെന്യൂവിൽ ആ രണ്ട് ഗാർഡുകളും അവരുടേതായ ഒരു സംരക്ഷണ വലയത്തിനുള്ളിലാണ്. ആ ആൽക്കമി മാസ്റ്റർ സൃഷ്ടിച്ചിരിക്കുന്ന ആ വലയം അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നാൻമങ് ആ വലയത്തിന് പുറത്താണ്. പക്ഷേ വേണ്ടി വന്നാൽ ആധുനിക ശ്രമത്തിൽ നാൻമങ്ങിന് അവരെ വധിക്കാൻ പറ്റിയേക്കും. പക്ഷെ അത് ശരിയാകുമോ എന്നൊരു ചോദ്യം അയാളുടെ ഉള്ളിലുണ്ട്. അവിടെ ഇപ്പൊ ആ ആൽക്കമി മാസ്റ്റർ ഇല്ല. അദ്ദേഹം മടങ്ങി എത്തിക്കഴിഞ്ഞാൽ കഥ വേറെയാണ്. അങ്ങനെ നാൻമങ് ചിന്തിക്കുമ്പോൾ ക്യുലിൻ നാൻമങ്ങിനോട് പറഞ്ഞു, മാസ്റ്റർ നാൻമങ്, ആ ചെറുപ്പക്കാരൻ അതാ വാതിലെടുത്തിരിക്കുകയാണ്, അവനെ കൊല്ലണ്ടേ? ക്യുലിന്റെ ചോദ്യം കേട്ടതും നാൻമങ് ആ ഫൈറ്റിൽ നിന്ന് ഒഴിവായി ഒരൊറ്റ കുതിപ്പ്. നീലനിരെ കുതിക്കുന്ന നാൻമങ്ങിന്റെ തൊട്ടടുത്തേക്ക് പെട്ടെന്നാണ് ഫെങ് പറന്നു വരുന്നത്. ഫെങ് ഒരു കാരണവശാലും തന്നെ മറികടക്കാൻ നാൻമങ്ങിനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാൻമങ്ങിനെ എതിരെ അങ്ങനെ ഒരു വൻ മതിലായി നിൽക്കുമ്പോൾ യാങ് ബാക്കിയുള്ള ആളുകളെ തടുക്കുകയാണ്. ആ രണ്ടുപേരും ഈ ആൽക്കമി മാസ്റ്റർ ലിങ് യു ഉണ്ടാക്കുന്ന ആ മരുന്ന് കഴിച്ച് അക്ഷരാർത്ഥത്തിൽ ശക്തരായിരിക്കുകയാണ്. ആ ആർട്ടിഫിഷ്യൽ പവറാണ് യഥാർത്ഥത്തിൽ അവരുടെ കരുത്ത്. അവർക്ക് ശരിക്കും ഈ മരുന്ന് കൊണ്ട് കിട്ടിയിരിക്കുന്ന ആർട്ടിഫിഷ്യൽ പവർ ഉണ്ടെന്ന് പറയാം. ആ പവർ അവരവിടെ വിനിയോഗിച്ചപ്പോൾ നാൻമങ്ങിനും കൂടെയുള്ള ആളുകൾക്കും ഒരു ഇഞ്ച് പോലും മുന്നോട്ട് കടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. നാൻമങ് വീണ്ടും മുന്നോട്ട് കുതിക്കാൻ പോയതും നാൻമങ്ങിന്റെ കൂടെയുള്ള ആളുകൾ നാൻമങ്ങിനെ ഒന്ന് പിടിച്ചു. മാസ്റ്റർ വേണ്ട. അവര് നാൻമങ്ങിനെ പുറകോട്ട് പിടിച്ചിട്ട് നാൻമങ്ങിനോട് പറഞ്ഞു, മാസ്റ്റർ, ഇതിനപ്പുറത്തേക്ക് നമ്മൾ കടന്നാൽ ചിലപ്പോ അത് വിഷയമാകും. അവർ പുറകോട്ട് മാറിയതും ഫെങ്ങും യാങ്ങും നീലിന്റെ അടുത്തേക്ക് ഓടിയെത്തി. അവർ രണ്ടുപേരും നീലിന്റെ അടുത്ത് ചേർന്ന് നിന്നിട്ട് നീലിനോടായി പറഞ്ഞു, ഏയ് യങ്മാൻ, ഒരു കാരണവശാലും ഭയപ്പെടേണ്ട. ആകാശം ഇടിഞ്ഞു വീണാലും നിന്നെ ഞങ്ങൾ സംരക്ഷിച്ചിരിക്കും. തികച്ചും അപ്രതീക്ഷിതമാണ് ആ രണ്ട് ആളുകളുടെയും പെരുമാറ്റത്തിൽ ഉണ്ടായിരിക്കുന്ന ആ മാറ്റം. അങ്ങനെ നീല് കരുതുമ്പോൾ നാൻമങ് അയാളുടെ കയ്യിലുള്ള ഒരു ലോക്കറ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആ ലോക്കറ്റിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്തു. മാസ്റ്റർ, കോർട്ട് ടവറിന് മുന്നിൽ ശരിക്കും ഒരു അപകടം നടക്കുകയാണ്. ഒരു കള്ളൻ കോർട്ട് ടവറിന് ഉള്ളിലേക്ക് അതിക്രമിച്ച് കടക്കുകയാണ്. അവൻ ഈ ടൗണിൽ ഒരുപാട് ആളുകളെ കൊന്നു കഴിഞ്ഞു. അവനെ തടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ ഗാർഡുകൾ അവനൊപ്പം കൂടിയിരിക്കുകയാണ്. അകത്ത് ആൽക്കമി മാസ്റ്റർ ലോങ് ഇപ്പൊ ഇല്ല, അദ്ദേഹം പുറത്തു പോയിരിക്കുകയാണ്. അത് കേട്ടതും മറുഭാഗത്തുനിന്ന് ലോക്കറ്റിൽ കൂടെ ശബ്ദം പുറത്തു വന്നു. എന്ത്? ആൽക്കമി മാസ്റ്റർ ലോങ് സ്ഥലത്തില്ലെന്നും? അതെ, ആൽക്കമി മാസ്റ്റർ ലോങ് പുറത്തു പോയിരിക്കുകയാണ്. ഓക്കെ, ഞാനിതാ വരുന്നു. മറുഭാഗത്തുനിന്ന് ആ ശബ്ദം അങ്ങനെ കേട്ടതും ആ ലോക്കറ്റ് അങ്ങ് നിശ്ചലമായി. ഒരു അടിപൊളി കമ്മ്യൂണിക്കേഷൻ ടൂളാണ് നാൻമങ്ങിന്റെ കയ്യിലിരിക്കുന്നത്. വയർലെസ് സെറ്റ് പോലുള്ള ഒരു സംഭവം. ആ ലോക്കറ്റ് ചില ആളുകളുമായി കണക്റ്റഡ് ആണ്. ആ ലോക്കറ്റിൽ കൃത്യമായി പ്രസ് ചെയ്താൽ മറുഭാഗത്തുള്ള ആളിന് കമ്മ്യൂണിക്കേഷൻ പോകും. ആ കമ്മ്യൂണിക്കേഷൻ എൻഡായതും നാൻമങ്ങിന്റെ മുഖത്ത് ശരിക്കും ഒരു പുഞ്ചിരി വിരിഞ്ഞു. നാൻമങ് തിരിഞ്ഞ് ലോങ്ങിനെയും ഫെങ്ങിനെയും നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, നിങ്ങളുടെ അഹങ്കാരത്തിന് ഒരു മറുപടി അനിവാര്യമാണ്.
എന്നോട് എതിർക്കുന്ന പോലെ നിങ്ങൾക്കൊരിക്കലും അദ്ദേഹത്തെ എതിർക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ എന്ന് ഈ നാൻവങ് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് ലോങ്ങിനും ഫെങ്ങിനും അറിയാം. അതുകൊണ്ട് തന്നെ അത് കേട്ടതും ഫെങ് യാങ്ങിനോട് പറഞ്ഞു, ഏയ് ഓടിയാൽ ഞാൻ ഈ ചെറുപ്പക്കാരനെ അകത്തേക്ക് കയറ്റിവിടാൻ പോവുകയാണ്. ഇനി നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ശരിക്കും അത് യാങ്ങിനും അറിയാം. വരുന്ന ആള് അത്തരത്തിൽ ഒരു കക്ഷിയാണ്. അവർ ആ ഡയലോഗ് പറഞ്ഞു തീർന്നതും ആകാശത്ത് നിന്ന് അനവധി ആളുകൾ അവിടേക്ക് പാഞ്ഞെത്തി. ശരിക്കും ആകാശത്തൂടെ ആളുകൾ ഇങ്ങനെ പറന്നിറങ്ങിയായിരുന്നു. ആളുകൾ പറന്നിറങ്ങുന്ന കണ്ടതും ഫെങ് അയാളുടെ വിരലിൽ ഒന്ന് ഞൊടിച്ച് ഒരു തുള്ളി രക്തമെടുക്കുകയും ആ രക്തം പെട്ടെന്ന് ആ വാതിലിന്റെ ഒരു പ്രത്യേക പോയിന്റിലേക്ക് തൊടുകയും ചെയ്തു. ഉടൻ ആ വാതിലിങ് ഓപ്പണായി. വാതിൽ ഓപ്പണായതും ഫെങ് നീലിനോട് പറഞ്ഞു, വേഗം അകത്തേക്ക് കടന്നു. കേൾക്കേണ്ട താമസം നീല് ലിറ്റിൽ ഗോൾഡുമായി ആ വാതിലിനകത്തേക്ക് കടന്നു. ആ നിമിഷം വാതിലും കടന്നു. ഈ കാഴ്ച വല്ലാത്തൊരു അമ്പരപ്പോടുകൂടിയാണ് യാമിയുടെ പിതാവ് കാണുന്നത്. ക്യുരനും ആകെ ഞെട്ടി. നാൻവങ് ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. ഈ സമയത്ത് ആ കോർ ടവറിനുള്ളിലേക്ക് ആ ചെറുപ്പക്കാരനെ ഫെങ് കടത്തിവിടുമെന്ന് അയാൾ തീരെ കരുതിയിരുന്നില്ല. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആകാശത്ത് നിന്ന് ആ ടീം പറന്നിറങ്ങുന്നത്. ആ പറന്നിറങ്ങുന്ന ടീമിന്റെ ഏറ്റവും മുന്നിൽ നമ്മൾ കാണുന്നത് ഒരു കൂറ്റൻ ചീറ്റപ്പുലിയാണ്. ആ ചീറ്റപ്പുലിയുടെ മുകളിൽ ഒരു മനുഷ്യൻ അങ്ങനെ ഇരിക്കുകയാണ്. ആ മനുഷ്യൻ ആ ചീറ്റപ്പുലിയുടെ പുറത്തിരുന്നുകൊണ്ട് തന്നെ അവരെ ആ ഗാർഡുകളെ ഒന്ന് നോക്കി. ഏയ്, ആരോട് ചോദിച്ചിട്ടാ ആ ചെറുപ്പക്കാരനെ നിങ്ങൾ അകത്തേക്ക് കയറ്റിയത്? ആ വ്യക്തിയുടെ ആ ചോദ്യം വല്ലാത്തൊരു മുഴക്കം അവിടെ ഉണ്ടാക്കുകയാണ്. പക്ഷേ ആ ചോദ്യം ചോദിച്ച കക്ഷിയെ അമ്പരപ്പിച്ചുകൊണ്ട് ഫെങ് അയാളോട് പറഞ്ഞു, മിസ്റ്റർ ജിങ്ഷ, നിങ്ങളുടെ അധികാരം ഈ കോർ ടവറിന് പുറത്താണ്. ഇവിടെ അധികാരി ആൽക്കമി മാസ്റ്റർ ലിങ് ഈ ആണ്. അദ്ദേഹം ഞങ്ങളെ ഏൽപ്പിച്ച ചുമതല ഞങ്ങള് നിർവഹിച്ചതാണ്. അത് ചോദ്യം ചെയ്യാൻ താങ്കൾക്ക് ഒരു അധികാരവുമില്ല. അത് കേട്ടതും ആ ചീറ്റപ്പുലിയുടെ പുറത്തിരിക്കുന്ന വ്യക്തി ഫെങ്ങിനോട് ചോദിച്ചു, ആൽക്കമി മാസ്റ്റർ ലിങ് ഈ ഇവിടെ ഈ കോർ ടവറിൽ ഇല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും നിങ്ങൾ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ എടുത്ത് ഉപയോഗിക്കുകയാണ്. എന്റെ അറിവിൽ ആൽക്കമി മാസ്റ്റർ കോർ ടവറിന്റെ പുറത്തേക്ക് ഇറങ്ങിയ സന്ദർഭങ്ങൾ വളരെ വളരെ വിരളമാണ്. അദ്ദേഹം ഏതോ പ്രധാനപ്പെട്ട കാര്യത്തിന് പുറത്തേക്ക് പോയതാണ്. ആ അവസരം മുതലാക്കിക്കൊണ്ട് നീ നിന്റെ വേറെത്തരങ്ങൾക്ക് കോർ ടവർ ഉപയോഗിച്ചാൽ ഞാൻ അത് മനസ്സിലാക്കില്ല എന്നാണോ നീ ധരിച്ചത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് ആ മനുഷ്യൻ ആ ചീറ്റപ്പുലിയുമായി മുന്നോട്ട് കുതിച്ചതും ഫെങ്ങും യാങ്ങും ഒരുമിച്ച് ആ മനുഷ്യന്റെ മുന്നിലേക്ക് കയറി. അവിടെ സർവശക്തിയും അവര് ഇപ്പോ സമാഹരിക്കുകയാണ്. ഈ സംഭവം അവിടെ അങ്ങനെ പുറത്തു നടക്കുമ്പോൾ അകത്ത് കയറി നീൽഗിരി ശരിക്കും ഇരുട്ടിൽ പെട്ടിരിക്കുകയാണ്. കയറിയ സ്ഥലത്ത് പ്രകാശമേ ഇല്ല, ഇരുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഏതാനും നിമിഷ നേരത്തേക്ക് മാത്രമായിരുന്നു. അടുത്ത നിമിഷത്തിൽ ആ ഇരുട്ടങ്ങ് മാറി അതിമനോഹരമായ ഒരു ഹാള് നീലിന്റെ കണിപ്പെടുകയാണ്. ആ ഹാളിന്റെ ഒത്ത നടുക്കായി ഒരു കൂറ്റൻ കോൾഡറിന് ഇരിപ്പുണ്ട്. നീല് ആ കോൾഡറിലേക്ക് നോക്കുമ്പോൾ ലിറ്റിൽ ഗോൾഡ് നീലോട് പറഞ്ഞു, മാസ്റ്റർ ആ കോൾഡർ യൂസ് ചെയ്യണം. ആ കോൾഡറിന്റെ അടിയിൽ എനിക്ക് വേണ്ട ഒരു കാര്യമുണ്ട്. അത് കേട്ടതും നീല് ലിറ്റിൽ ഗോൾഡിനെ കൊണ്ട് ആ കോൾഡറിന്റെ അടുത്തേക്ക് നടന്നു. ആ കോൾഡറിന്റെ അടുത്തേക്ക് നീല് നടക്കുമ്പോൾ ലിറ്റിൽ ഗോൾഡ് നീലോട് പറഞ്ഞു, മാസ്റ്റർ ഞാൻ എൻ്റെ കഴിവിന്റെ അപ്പുറത്ത് ഇപ്പോ ആക്ട് ചെയ്തിരിക്കുകയാണ്. അതിനൊരു ബാക്ക് ഫയർ എനിക്കുണ്ട്. ശരിക്കും ലിറ്റിൽ ഗോൾഡ് നീല് രക്ഷിക്കാൻ വേണ്ടി ആ വലിയ മൃഗത്തിന്റെ രൂപമെടുത്തതും ആ ഓർജിൻ കിങ് ആളുകളെ കൊലപ്പെടുത്തിയതൊക്കെ അവന്റെ കപ്പാസിറ്റിക്ക് മുകളിൽ നിൽക്കുന്ന എബിലിറ്റി ഉപയോഗിച്ചാണ്. ശരീരത്തിലെ അവസാന തുള്ളി ഊർജം വരെ അതിനുവേണ്ടി ലിറ്റിൽ ഗോൾഡ് ഉപയോഗിച്ചിട്ടുണ്ട്. തൽഫലമായി അവന്റെ ബോഡി ആകെ നുറുങ്ങിയിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ മരണം ഉറപ്പാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആ കോൾഡറിന്റെ അടിയിൽ നിന്ന് എടുക്കുന്ന ഒരു സംഭവത്തിന് പറ്റുമെന്ന് ലിറ്റിൽ ഗോൾഡ് നീലോട് പറഞ്ഞതുകൊണ്ടാണ് നീല് ആ കോൾഡറിന്റെ അടുത്തേക്ക് വന്നത്. ആ ആൽക്കമിസ്റ്റ് സ്റ്റൗവിന്റെ അടുത്തേക്ക് വന്ന നീൽഗിരി ആ ആൽക്കമിസ്റ്റ് സ്റ്റൗവിൽ ഒന്ന് തൊടാൻ പോയതും ഒരു ഫോഴ്സ് നീലിനെ പുറകോട്ട് തള്ളി. ശരിക്കും ആ ഫോഴ്സിന് നല്ല തണുപ്പുണ്ട്. ഐസിനേക്കാൾ തണുപ്പ് ആ സ്ഥലത്തുണ്ടെന്ന് പറയാം. എത്രയെങ്കിലും ഡിഗ്രി തണുപ്പുള്ള ആ പ്രതലം ആ കോൾഡറിനെ സംരക്ഷിച്ചിരിക്കുകയാണ്. നീല് പെട്ടെന്ന് ആ ഡ്രാഗൺ സ്ലിംഗ് സോഡ് എടുത്ത് ഒരൊറ്റ വീശി. പക്ഷെ അത് ഏറ്റില്ല. അത് കണ്ടതും ലിറ്റിൽ ഗോൾഡ് നീലോട് പറഞ്ഞു, ഇമോട്ടർ ഫ്ലെയിം ഉപയോഗിക്കുക. കേട്ടതും നീല് ഇമോട്ടർ ഫ്ലെയിം റിലീസ് ചെയ്ത് ആ കോൾഡറിനെ അങ്ങ് വളഞ്ഞു. ആ ഇമോട്ടർ ഫ്ലെയിം റിലീസ് ചെയ്ത് നീല് ആ കോൾഡറിനെ ആ ഇമോട്ടർ ഫ്ലെയിമിനെ അകത്താക്കിയതും അകത്തുള്ള ഇൻഗ്രീഡിയൻസ് പതുക്കെ വർക്കായി തുടങ്ങി. നീലിന്റെ പൂർണ്ണ ശ്രദ്ധ ആ കോൾഡറിനകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളിലാണ്. ആ കോൾഡറിനെ അവിടെ നിന്ന് അനക്കാൻ പറ്റിയാൽ നീലിന് ലിറ്റിൽ ഗോൾഡ് ആവശ്യപ്പെടുന്ന സംഭവം എടുക്കാൻ പറ്റും. അതെങ്ങനെ എന്നാണ് നീൽ ആലോചിക്കുന്നത്. ഈ സമയത്ത് നീല് സംസാര ഗ്രേവി യാർഡിനോട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല.
ഒരു ബ്ലോക്ക് നീല അനുഭവപ്പെടുകയാണ്. നീല ആ കോൾഡൻ ശരിക്കും എമോട്ടർ ഫ്ലെയിം ഉപയോഗിച്ച് നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുന്നിടയിൽ പെട്ടെന്ന് ആ കോൾഡൻ അങ്ങ് സ്റ്റോപ്പായി. അതിനകത്തുനിന്ന് വെളുത്ത നിറത്തുള്ള ഒരു പിൽസ് പുറത്തേക്ക് വന്നു. ഈ സമയത്ത് ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി നീൽ റിസീവ് ചെയ്യുന്നുണ്ട്. നീൽ തന്നെ മനസ്സിലാവുകയാണ് താനിതാ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. നീലിന്റെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ട ലിറ്റിൽ ഗോഡ് നീലിനോട് പറഞ്ഞു, മാസ്റ്റർ ബ്രേക്ക് ത്രൂവിന് ശ്രമിക്കേ. ആ കോടനടിയിലെ സാധനം എടുത്തു. രണ്ടും ഒരുമിച്ച ലിറ്റിൽ ഗോഡ് പറഞ്ഞത്. ഇപ്പൊ നീലിന് വളരെ അനായാസമായിട്ട് ആ കോൾഡൻ ഒന്ന് ചരിക്കാൻ പറ്റി. ആ കോൾഡൻ ചരിച്ചതും അതിനടിയിൽ നിന്ന് ശരിക്കൊരു പവിഴം നീലിന് കിട്ടി. ആ പവിഴം നീലിന്റെ കയ്യിലേക്ക് വന്നതും ലിറ്റിൽ ഗോഡ് കൈ നീട്ടി. നീല അത് ഉടൻ തന്നെ ലിറ്റിൽ ഗോഡിന് കൊടുക്കുകയും ചെയ്തു. ആ ലിറ്റിൽ ഗോഡ് ഉടൻ തന്നെ ആ പവിഴം അതിന്റെ കയ്യിലേക്ക് വെച്ചിട്ട് ശരിക്കും അബ്സോർവ് ചെയ്യാണ്. ആ പവിഴത്തിനകത്തുള്ള സ്പിരിച്വൽ എനർജിയെ ലിറ്റിൽ ഗോഡ് വളരെ അനായാസമായിട്ട് വലിച്ചെടുക്കുകയാണ്. ഈ സമയത്ത് നീൽഗിരി ആ കോൾഡനകത്തുനിന്ന് കിട്ടിയ വെളുത്ത നിറത്തുള്ള ആ പിൽസ് എടുത്ത് ലിറ്റിൽ ഗോഡിന് കൊടുക്കുകയും ചെയ്തു. ലിറ്റിൽ ഗോഡ് അതങ്ങ് വിഴുങ്ങി. ലിറ്റിൽ ഗോഡിന്റെ അസ്വസ്ഥതകൾ മാറാൻ ആ മരുന്ന് സഹായിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് നീല് അങ്ങനെ ചെയ്തത്. നീല് ശമ്പളം പണിഞ്ഞിരുന്ന ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞതും ആ സെയിന്റ് ലെവലിലെ 9th നിന്ന് ബ്രേക്ക് ചെയ്ത് സെയിന്റ് കിങ് ലെവലിലേക്ക് കടന്നു. ആ മുറിയിൽ ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജിയാണ്. അതുകൊണ്ട് തന്നെ നീലിന് ആ സ്പിരിച്വൽ എനർജി വലിച്ചെടുക്കാനും അതിനെ പെട്ടെന്ന് തന്നെ ഡാൻറ്റയിലേക്ക് എത്തിച്ച് സർക്കുലേറ്റ് ചെയ്യാനും അതിനെ ട്രൂ എനർജിയായി കൺവേർട്ട് ചെയ്യാനും വളരെ വളരെ എളുപ്പം പറ്റുകയാണ്. ശരിക്കും നീലിന്റെ കൾട്ടിവേഷന്റെ വേഗത ആ ഹാളിനകത്ത് കൂടിയെന്ന് ഉറപ്പാക്കുന്ന ശൈലിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഈ സമയത്ത് പുറത്ത് ആളുകൾ ഫൈറ്റ് നിർത്തി. വല്ലാത്തൊരു ഞെട്ടലോടുകൂടി ആളുകൾ ആകാശത്തേക്ക് നോക്കുകയാണ്. ഇഷ്ടംപോലെ ട്രിബുലേഷൻ മേഘങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് മിന്നലുകൾ പായിക്കുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. കോർ ടവറിലേക്ക് ആ മിന്നലുകൾ ഇങ്ങനെ തുരുതുര വന്ന് വീഴുകയാണ്. അത് മാത്രമല്ല, ആ 1ാമത്തെ നിലയുടെ ചുറ്റുമായി ഒരു ചുവന്ന പ്രകാശം ഉണ്ടായിരിക്കുകയാണ്. അവൻ അകത്തേക്ക് കടന്നിട്ട് എത്ര നേരമായി? 10 മിനിറ്റ് ആവും. 10 മിനിറ്റ് കൊണ്ട് 1ാമത്തെ നില ഇതാ ആ ചെറുപ്പക്കാരൻ കീഴടക്കിയിരിക്കുകയാണ്. നേരത്തെ റെക്കോർഡ് എത്രയാണ്? അത് 30 മിനിറ്റ് ആണ്. ഏറ്റവും ജീനിയസ് ആയിട്ടുള്ള ഒരു ആൽക്കമിസ്റ്റ് 30 മിനിറ്റ് കൊണ്ടാണ് ആ 1ാമത്തെ നിലയിലെ ടെസ്റ്റ് പാസ്സായത്. ഐസ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ആ കോഡറിനകത്ത് ഒരു പില്ല് സംസ്കരിച്ചെടുക്കുക, അതാണ് ശരിക്കും 1ാമത്തെ നിലയിലെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആ ടെസ്റ്റ് വിജയകരമായി പൂർത്തീകരിക്കുന്ന ആളുകൾ കുറവാണ്. പക്ഷെ പൂർത്തീകരിക്കുന്ന ആളുകളുണ്ട്. അതിൽ ഏറ്റവും വേഗതയിൽ ചെയ്ത ആള് ഇതിനു മുമ്പേ 30 മിനിറ്റ് സമയമെടുത്തിരുന്നു. പക്ഷെ ഇവിടെ നീൽഗിരി 10 മിനിറ്റേ എടുത്തുള്ളൂ. ഇപ്പോ യാമിയുടെ വായിൽ നിന്ന് കൈയെടുത്തിരിക്കുന്ന ഊവലൻ യാമിയോട് ചോദിച്ചു, യാമി, ശരിക്കും അവൻ ആൽക്കമി അറിയാമല്ലേ? ആ ചോദ്യം ഊവലൻ അറിയാതെ ചോദിച്ചു പോവുകയാണ്. അതെ അച്ഛ, നീലിന് ആൽക്കമി അറിയാം. അങ്ങനെ അവൾ പറയുമ്പോൾ നീല് ഇവിടെ സെയിന്റ് കിങ് ലെവലിന്റെ 3rd സ്റ്റേജിലേക്ക് ലൈറ്റിനിങ് വേഗതയിൽ എത്തുകയും ചെയ്തു. 3ാമത്തെ സ്റ്റേജിലേക്ക് നീൽഗിരി എത്തിയതും ലിറ്റിൽ ഗോഡ് നീലിനോട് പറഞ്ഞു, മാസ്റ്റർ, ഞാൻ ഇവിടെ ഉണ്ടാവും. മാസ്റ്റർ മുകളിലേക്ക് കയറിക്കും. കേൾക്കേണ്ട താമസം നീല് 2ാമത്തെ നിലയിലേക്ക് കടന്നു. 2ാമത്തെ നിലയിലെ സ്റ്റെപ്പുകൾ ഒന്നൊന്നായി നീല് കവർ ചെയ്യുമ്പോൾ ശരിക്കും അവിടെ നീലിനെ എതിരേക്കുന്നത് വീണ്ടും ഐസ് തന്നെയാണ്. ഒരുപാട് ഐസ് കട്ടകളുടെ വൻ ആക്രമണം അവിടെ നീലിന് നേരെ ഉണ്ടായെന്ന് പറയാം. ശരിക്കും ഐസ് കൊണ്ടുള്ള ചെറിയ കുഞ്ഞ് വാളുകളെന്നോ കത്തികളെന്നോ ഒക്കെ വിളിക്കാൻ കഴിയുന്ന ശൈലിയിൽ ഒരുപാട് സംവിധാനങ്ങൾ അവിടെയുണ്ട്. ആയിരക്കണക്കിന് കുഞ്ഞ് ഐസ് വാളുകൾ എന്ന് പറയാം. അത് നീലിന് നേരെ പാഞ്ഞു വരികയാണ്. ഇതിൽ പെട്ടെന്ന് തന്നെ തന്റെ ഡ്രാഗൺ സ്ലൈങ് സോഡ് വിളിച്ചുകൊണ്ട് അവ അങ്ങ് തകർത്തു. മനസ്സാന്നിധ്യം അളക്കുന്ന ഒരു ലെവലാണ് അവിടത്തത്. മനസ്സ് കൈവിട്ടു പോയാൽ അവിടെ ആ ആൽക്കമിസ്റ്റ് പരാജയപ്പെടും. യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ ഐസ് കൊണ്ടുള്ള വാളുകളില്ല. അതൊരു തോന്നലാണ്. ആ തോന്നലിനോട് എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുന്നു എന്നതാണ് വിഷയം. നീല് വളരെ കൂളായിട്ട് ആ ഡ്രാഗൺ സ്ലിംഗ് സോഡ് വീശിയതും ആ നിലയിൽ ഒരു പ്രകാശം ഉണ്ടായി. നീലുടൻ 3ാമത്തെ നിലയിലേക്ക് കടന്നു. ഇപ്പോ പുറത്തു നിൽക്കുന്ന ആളുകളുടെ കിളി പോയതുപോലെയായി. അക്ഷരാർത്ഥത്തിൽ അവർ ഞെട്ടിയിരിക്കുകയാണ്. 2ാമത്തെ നിലയിൽ കടക്കാൻ നീലെടുത്തത് വെറും 2 മിനിറ്റാണ്. ഇപ്പോ ഫെങ്ങും യാങ്ങും അക്ഷരാർത്ഥത്തിൽ ആവേശഭരിതരാണ്. അവര് സെലക്ട് ചെയ്ത, അവരകത്തേക്ക് അയച്ചുവിട്ട ആ ചെറുപ്പക്കാരൻ ശരിക്കും ഒരു ട്രൂ ആൽക്കമിസ്റ്റ് ആണ്. വെറും 12ാമത്തെ മിനിറ്റിൽ നീൽഗിരി എന്ന ചെറുപ്പക്കാരൻ 3ാമത്തെ നിലയിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെതായ ഒരു സന്തോഷം ഫെങ്ങിനും യാങ്ങിനും ഉണ്ട്. അത് കണ്ട നാൻമെങ് പറഞ്ഞു, ഹേയ്, നിങ്ങൾ അവന് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് അവൻ 3ാമത്തെ ലെവൽ എത്താൻ പറ്റിയത്. പക്ഷേ 3ാമത്തെ ലെവൽ അവൻ അവസാനിക്കും. അങ്ങനെ നാൻമെങ് പറയുമ്പോൾ ആ ചീറ്റപ്പുലിയുടെ പുറത്തിരിക്കുന്ന
ആ മനുഷ്യൻ അക്ഷരാർത്ഥത്തിൽ ദേഷ്യത്തോടെ ആ കോർട്ട് ടവറിലേക്ക് നോക്കുകയാണ്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ അവിടെ കാണുന്നത്. അയാൾ ഒരു അക്ഷരം പോലും ഇണ്ടാതെ ആ കോർട്ട് ടവറിലേക്ക് ആ പുലിയുടെ പുറത്തിരുന്ന് അങ്ങനെ നോക്കുമ്പോൾ നീൽഗിരിയുടെ മുന്നിലായി ഒരാള് പ്രത്യക്ഷപ്പെട്ടു. അതൊരു നിഴലാണ്. പക്ഷെ ആ നിഴല് വൻതോതിൽ ശക്തി നീൽ നേരെ പ്രയോഗിച്ചപ്പോൾ നീല് ഓട്ടോമാറ്റിക് ആയിട്ട് തിരിച്ച് റിയാക്ട് ചെയ്തു. ഏതാനും സെക്കൻഡുകൾക്കകം നീല് അയാളെ കീഴ്പ്പെടുത്തുമ്പോൾ പുറത്ത് ചില സംഭവവികാസങ്ങൾ നടക്കുകയാണ്. പുറത്തുനിന്ന് ആ ചീറ്റപ്പുലിയുടെ പുറത്ത് കയറിയ ആ വ്യക്തി ഫെങ്ങിനെയും യാങ്ങിനെയും മൈൻഡ് ചെയ്യാതെ ആ ചീറ്റപ്പുലിയുമായി ഒരൊറ്റ കുതിപ്പ്. ആ ചീറ്റപ്പുലിയുമായി അയാൾ കുതിച്ചു വരുന്ന ആ നിമിഷത്തിൽ ഒന്നാമത്തെ നിലയിലുണ്ടായിരുന്ന ലിറ്റിൽ ഗോഡ് അതുപോലെ വേഗതയിൽ കുതിച്ച് മൂന്നാമത്തെ നിലയിലെത്തി. മൂന്നാമത്തെ നിലയിലെത്തിയ ലിറ്റിൽ ഗോഡ് നീലിനെ പിടിച്ചുകൊണ്ട് നാലാമത്തെ നിലയിലേക്ക് ഒരൊറ്റ കുതിപ്പ്. കുതിക്കുന്നിടയിൽ നീലിനോടായി ലിറ്റിൽ ഗോഡ് പറഞ്ഞു, അപകടം പുറകെ ഉണ്ട്. എന്തോ വിഷയമുണ്ടെന്ന് നീലിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നീല് ലിറ്റിൽ ഗോൾഡിനൊപ്പം നാലാമത്തെ നിലയിലേക്ക് വന്നു. ഈ സമയത്ത് മൂന്നാമത്തിലേക്ക് ചുറ്റും ഒരു പ്രകാശം ഉണ്ടാവുകയാണ്. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ നീലിത മൂന്നാമത്തെ നിലയും കടന്നിരിക്കുന്നു. വിശ്വസിക്കാനാവാതെ വാ പൊളിച്ച് നിൽക്കുകയാണ് ഊവരൻ. അതേ അമ്പരപ്പ് യാമിക്കുണ്ട്. നീൽഗിരിക്ക് ആൽക്കമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം, അങ്ങനെ ഒരു ധാരണ യാമിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ കോർട്ട് ടവറിലെ 3 ലെവലുകൾ ഈ വേഗതയിൽ മറികടക്കാനുള്ള കപ്പാസിറ്റി നീൽഗിരിക്ക് ഉണ്ടെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ഊലന്റെ കണ്ണുകൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. അതേ അമ്പരപ്പ് പുറത്തുള്ള ആ ക്യുലിനുമുണ്ട്. ക്യുലിന്റെ മകൻ റൊണാൾഡോ ശരിക്കും ഈ ഡാനൂബ് സിറ്റിയിലെ ജീനിയസുകളിൽ നമ്പർ 1 ആണെന്ന് എല്ലാവരും പറയുന്നതാണ്. ആ ജീനിയസിന്റെ കഴിവിനെ ഇവൻ മറികടക്കൂ. നീൽഗിരിയുടെ മാർഷൽ ആർട്സ് കപ്പാസിറ്റിയെ ചോദ്യം ചെയ്യാൻ റൊണാൾഡോയ്ക്ക് പറ്റില്ല. പക്ഷെ ആൽക്കമിയിൽ ഒരു കാരണവശാലും തന്റെ മകനെ മറികടക്കാൻ ആ ചെറുപ്പക്കാരന് പറ്റില്ല എന്ന പൂർണ്ണ വിശ്വാസം ക്യുലിനുണ്ട്. ആ ക്യുലിൻ റിച്ചാർഡ് പല്ല് അങ്ങനെ കടിച്ചെറുമ്പോ ഇവിടെ ആ പുള്ളിപ്പൊലിയുമായി ആ മനുഷ്യൻ ഫെങ്ങിനെയും യാങ്ങിനെയും മറികടന്ന് ആ ഡോർ വഴി അകത്തേക്ക് കടന്നു. ശരിക്കും അയാൾക്ക് അകത്തേക്ക് കടക്കാൻ അവരുടെ അനുവാദം വേണ്ട. ഈ സമയത്ത് നാലാമത്തെ നിരയിലെത്തിയ ലിറ്റിൽ ഗോഡ് നീലോട് പറഞ്ഞു, മാസ്റ്റർ ലേക്കിലേക്ക് ചാടിക്കൂ. തൊട്ടു മുന്നിൽ കാണുന്നത് ഒരു വലിയ ലേക്കാണ്. ആ വെള്ളത്തിലേക്ക് നീൽഗിരി ഒരൊറ്റ ചാട്ടം, കൂടെ ലിറ്റിൽ ഗോൾഡും ഉണ്ട്. അവരെ വെള്ളത്തിന്റെ അടിയിലേക്ക് പാഞ്ഞെത്തിയതും താഴെ നിന്ന് ആ പുള്ളിപ്പുലിയുമായി ആ മനുഷ്യൻ നാലാമത്തെ നിലയിലെ ആ ലേക്കിന്റെ അടുത്തെത്തി. അവിടെ എത്തിയ ജിങ്ഷായ്ക്ക് ആ ലേക്കിലെ ഓളം കാണാൻ പറ്റി. ആ ലേക്കിനുള്ളിലേക്ക് ആ ചെറുപ്പക്കാരൻ ചാടിയിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരനെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റില്ല. ആ പുള്ളിപ്പുലിയുടെ പുറത്തുനിന്നിറങ്ങിയ ജിങ്ഷ ആ പുള്ളിപ്പുലിയോട് പറഞ്ഞു, താഴെ അവനുണ്ട്, അവനെ ജീവനോടെ ഇവിടെ എത്തിക്കണം. എനിക്ക് അവനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കേൾക്കേണ്ട താമസം ആ പുള്ളിപ്പുലി ഒരൊറ്റ ജമ്പ് ആ ലേക്കിനുള്ളിലേക്ക് അതങ്ങനെ കുതിച്ചു പോയപ്പോ ഒരു പുഞ്ചിരി ജിങ്ഷയുടെ മുഖത്ത് വരികയാണ്. അഹങ്കാരിയായ ആ ചെറുപ്പക്കാരൻ ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ മുകളിൽ എത്തപ്പെടും. ആ പുള്ളിപ്പുലി എന്താണെന്ന് ജിങ്ഷയ്ക്ക് നന്നായി അറിയാം. വളരെ വളരെ യാദൃശ്യവശാലാണ് ജിങ്ഷയ്ക്ക് ആ പുള്ളിപ്പുലിയെ കിട്ടുന്നത്. ആ പുള്ളിപ്പുലിക്ക് അയാള് അതിനുശേഷം എല്ലാ ദിവസവും വിഭവസമർത്ഥമായ ഒരു ആഹാരം കൊടുക്കും. അത് ഒരു കൾട്ടിവേറ്റർ ആയിരിക്കും. ഈ കുലൻ മലനിരകളിൽ ഒരുപാട് കൾട്ടിവേറ്റേഴ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു കൾട്ടിവേറ്റർ പൊക്കുന്ന ജിങ്ഷ രഹസ്യമായി ആഹാരമാക്കി കൊടുക്കുന്നത് ആ വ്യക്തിയാണ്. ആ ആളെ അരിയാനും കൊല്ലാനും ഒന്നും ജിങ്ഷ നിൽക്കില്ല. പുള്ളിപ്പുലിയുടെ മുന്നിലേക്ക് ആ വ്യക്തി അങ്ങ് ഇട്ടുകൊടുക്കുകയാണ് പതിവ്. ആ വ്യക്തിയെ കടിച്ചു കീറി അയാളുടെ ആ സ്പിരിച്വൽ എനർജി വലിച്ചെടുത്ത് ആ പുള്ളിപ്പുലി ശരിക്കും ശക്തമായിട്ടുണ്ട്. അതിന്റെ ബോഡിക്ക് വല്ലാത്തൊരു പവറാണ്. അതിന്റെ ദേഹത്ത് ഒരു തരത്തിലുള്ള ആയുധങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്ര കട്ടിയുണ്ട് അതിന്റെ തൊലിക്ക്. ആ പുള്ളിപ്പുലി അയാളുടെ വജ്രായുധമാണ്. അതാണ് ഇപ്പോ ആ ലേക്കിലേക്ക് ജമ്പ് ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് ലേക്കിന്റെ ഏറ്റവും അടിയിൽ നീൽഗിരിക്കൊപ്പം എത്തിയ ലിറ്റിൽ ഗോഡ് നീലിനോട് പറഞ്ഞു, മാസ്റ്റർ ഒരു അപകടം തൊട്ടു പുറകിലുണ്ട്. നീലിന് അത് ഫീൽ ചെയ്തിരുന്നു. നീല് ലിറ്റിൽ ഗോഡുമായി മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിൽ നിന്ന് ഒരു നിഴല് താഴേക്ക് വരുന്നത് അവരുടെ ദൃഷ്ടിപ്പെട്ടു. നീൽ ഉടൻ തന്നെ ഡ്രാഗൺ സ്ലൈങ് സോഡ് കയ്യിലേക്കെടുത്ത് ആ നിഴലിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ ഒരു കൂറ്റൻ പുള്ളിപ്പുലി നീല് നേരെ കുതിച്ചു പാഞ്ഞു വരികയാണ്. ആ കാഴ്ച കണ്ടതും നീല് ആ വെള്ളത്തിലൂടെ ഒന്ന് ജമ്പ് ചെയ്ത് ആ വെള്ളത്തിൽ വെച്ച് തന്നെ ആ പുലിയെ ആഞ്ഞങ്ങ് വെട്ടി. പക്ഷെ ആ വാള് ആ പുള്ളിപ്പുലിയുടെ ദേഹത്ത് സ്പർശിച്ചപ്പോ മെറ്റലിന്റെ പുറത്ത് തൊടുന്ന പോലുള്ള ഒരു ഫീലാണ് നീൽ അനുഭവപ്പെട്ടത്. ആ പുള്ളിപ്പുലിയുടെ ദേഹത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ആ ജീവി രണ്ടായി മുറിയേണ്ടതാണ്. അത്രയും പവർ നീൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ആ കാഴ്ച നീലിനെ അമ്പരപ്പിക്കുമ്പോൾ ആ പുള്ളിപ്പുലി നീലിന് നേരെ തിരിഞ്ഞു. ശരിക്കും അതിന് തന്നെ എതിരാളിയെ കണ്ടതിന് വല്ലാത്തൊരു ആവേശമുണ്ട്.
അത് നീലിനെ അറ്റാക്കിനായി ജമ്പ് ചെയ്യുമ്പോൾ നീലിന്റെ മുന്നിലേക്ക് ആ ലിറ്റിൽ ഗോഡ് പെട്ടെന്നാണ് ജമ്പ് ചെയ്ത് കയറിയത്. നീലിന്റെ ഷോൾഡറിലേക്ക് കയറിയ ലിറ്റിൽ ഗോഡ് അടുത്ത നിമിഷത്തിൽ നീൽ നേരെ പാഞ്ഞു വന്ന് ആ പുള്ളിപ്പലിയുടെ നേരെ ചാടി വന്ന് ഒരൊറ്റയാടി. തന്റെ കുഞ്ഞു കൈകൊണ്ട് ലിറ്റിൽ ഗോഡ് നീലിനെ ആഞ്ഞടിക്കുന്ന ആ പുള്ളിപ്പലിയുടെ കൈയിലേക്ക് തന്നെ അടിക്കുകയാണ്. ആ കൂറ്റൻ കൈയിലേക്ക് ആ കുഞ്ഞു കൈ ശരിക്കും ഒരു തൂവൽ കൊണ്ട് സ്പർശിക്കും പോലെ തോന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. ആ കുഞ്ഞു കൈ കൊണ്ടുള്ള അടിയേറ്റതും ആ കൂറ്റൻ പുള്ളിപ്പലി ഒന്ന് പുറകോട്ട് മറിഞ്ഞു. പക്ഷെ അത് മറിഞ്ഞ് തറയിൽ വീഴാതെ ശരിക്കും ബാലൻസ് ചെയ്ത് അവിടെ ആ വെള്ളത്തിന്റെ അടിയിൽ അങ്ങനെ എത്തിയതും അത് ആ കുഞ്ഞ് പൂച്ച ഒന്ന് നോക്കി. രണ്ടുപേരും മുഖത്തോട് പോയി നിൽക്കുകയാണ്. ആ പുള്ളിപ്പുലിക്ക് പെട്ടെന്ന് ദേഷ്യം ഇരച്ചു കയറുകയാണ്. എതിരെ നിൽക്കുന്നത് ഒരു കുഞ്ഞു പൂച്ചയാണെങ്കിലും ആള് ചില്ലറക്കാരനല്ല എന്നൊരു തോന്നൽ ആ പുലിക്ക് ഉണ്ടായെന്ന് വ്യക്തം. അതിന് ദേഷ്യം വന്നതും ആ പുള്ളിപ്പുലി മുന്നോട്ട് കുതിക്കുകയാണ്. ഈ സമയത്ത് ലിറ്റിൽ ഗോൾഡിന്റെ ആ ചുവന്ന കണ്ണുകളിൽ നിന്ന് ഒരു പ്രകാശം ആ പുള്ളിപ്പുലിയുടെ നേരെ ഒന്നടിച്ചു. ശരിക്കും ഒരു ടോർച്ച് പ്രകാശിക്കും പോലെ അതിവേഗതയിൽ ഒരു കുഞ്ഞു പ്രകാശം ആ പുള്ളിപ്പുലിയുടെ പുറത്ത് ആ കണ്ണിൽ നിന്ന് വന്ന് വീഴുകയായിരുന്നു. അത് വീണതും ആ പുള്ളിപ്പുലി ഒന്ന് പതറി. ശരിക്കും ആ ഒരു നിമിഷത്തിലാണ് ലിറ്റിൽ ഗോൾഡ് കാത്തിരുന്നെന്ന് തോന്നുന്ന ശരിയിൽ ലിറ്റിൽ ഗോൾഡ് നിന്ന സ്ഥലത്ത് നിന്ന് ഒരൊറ്റ ജമ്പ് ചെയ്ത് ലിറ്റിൽ ഗോൾഡ് എത്തിയത് ആ പുള്ളിപ്പുലിയുടെ തലയ്ക്ക് മുകളിലാണ്. തലയുടെ മുകളിലേക്ക് എത്തിയ ലിറ്റിൽ ഗോൾഡ് അടുത്ത നിമിഷത്തിൽ ഒരൊറ്റ കടി ആ കൂറ്റൻ പുള്ളിപ്പുലിയുടെ ഒരു ചെവി ഒറ്റ കടിക്ക് ലിറ്റിൽ ഗോൾഡ് അങ്ങ് അകത്താക്കി. ആ പുള്ളിപ്പുലിയാണെങ്കിൽ ശരിക്കും വേദന കൊണ്ട് പൊളയുമ്പോൾ മുകളിലിരിക്കുന്ന ആ ലിറ്റിൽ ഗോൾഡിനെ കുടഞ്ഞ് കളയാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് ലിറ്റിൽ ഗോൾഡ് ഉറക്കെ നീലോട് പറഞ്ഞു, മാസ്റ്റർ ബ്ലഡ് ഡ്രാഗനെ വിളിക്കേ. കേൾക്കേണ്ട താമസം നീല് ബ്ലഡ് ഡ്രാഗനെ വിളിച്ചു. ആ നിമിഷത്തിൽ നീലിന്റെ ബോഡിയിൽ നിന്ന് ആ ബ്ലഡ് ഡ്രാഗൻ പുറത്തേക്ക് വരികയും നീലിന്റെ ആറ്റപ്രകാരം ആ പുള്ളിപ്പുലിയെ ചുറ്റും അങ്ങ് വളഞ്ഞു. ഡ്രാഗന്റെ ബോഡി കൊണ്ട് ആ പുള്ളിപ്പുലിക്ക് ചുറ്റും ഒരു കവറിംഗ് ഉണ്ടാക്കിയതും അത് പുള്ളിപ്പുലിയെ ചുറ്റി വരിയതുപോലെയായി. ബ്ലഡ് ഡ്രാഗനാൽ ചുറ്റി വരിയപ്പെട്ട ആ പുള്ളിപ്പുലിയുടെ തല ലിറ്റിൽ ഗോൾഡ് പതുക്കെ പതുക്കെ തിന്നു തുടങ്ങി. ശരിക്കും ആ രംഗം ആര് കണ്ടാലും അവര് അക്ഷരാർത്ഥത്തിൽ വാ പൊളിച്ച് അങ്ങനെ നിന്നുപോകും. അവർക്ക് വിശ്വസിക്കാനാവാത്ത ഒരു രംഗമാണ് അവർ കാണേണ്ടി വരിക. അതിന്റെ ഒരു ചെവി തിന്ന ലിറ്റിൽ ഗോൾഡ് അതിന്റെ അടുത്ത ചെവി തിന്നതിന് ശേഷം അതിന്റെ തല രണ്ട് കൈ കൊണ്ട് വലിച്ചു പിളർന്ന് ആ തല പതുക്കെ തിന്നുകയാണ്. ഇതാന്ന് പറയുന്ന വേഗതയിൽ അതിന്റെ ബോഡി അതിവേഗതയിൽ ലിറ്റിൽ ഗോൾഡ് തിന്ന് തീർക്കുമ്പോൾ ആ ലേക്കിന്റെ മുകളിൽ ശരിക്കും അലസമായി ഉലാത്തുകയായിരുന്ന സാക്ഷാൽ ജിങ്ഷ പെട്ടെന്ന് ഒന്ന് നിന്നു. അയാൾക്ക് എന്തോ നഷ്ടമായതുപോലെ ഒരു ഫീല്. അയാള് ഒരു നിമിഷം സ്തംഭിച്ചങ്ങനെ നിന്നു പോവുകയാണ്. അടുത്ത നിമിഷത്തിൽ അയാൾ ആ ലേക്കിലേക്ക് ഒരൊറ്റ ജമ്പ്. അയാൾ വെള്ളത്തിൽ തൊട്ട ആ നിമിഷത്തിൽ ലിറ്റിൽ ഗോൾഡ് നീലിനോട് പറഞ്ഞു, മാസ്റ്റർ നമ്മളിപ്പം പുറത്തേക്ക് പോകണം. കേൾക്കേണ്ട താമസം നീല് ആ ഡ്രാഗനെ പിൻവലിച്ച് ലിറ്റിൽ ഗോൾഡുമായി പുറത്തേക്ക് ഒരൊറ്റ കുതിപ്പ്. അവര് പുറത്തേക്ക് കുതിച്ച വഴിയും ജിങ്ഷ താഴേക്ക് വന്ന വഴിയും രണ്ടാണ് എന്ന് മാത്രം. ജിങ്ഷയുടെ വരവ് കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത ലിറ്റിൽ ഗോൾഡ് മറുഭാഗത്തുകൂടി നീലുമായി ഒരൊറ്റ കുതിപ്പ് കുതിച്ചതാണ്. നാലാമത്തെ നിലയിലേക്ക് കുതിച്ചെത്തിയ നീല് ആ നിമിഷം തന്നെ താഴേക്ക് കുതിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ജിങ്ഷ താഴെ ആ ലേക്കിലേക്ക് കുതിച്ചെത്തിയപ്പോ അയാൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അയാളുടെ പുള്ളിപ്പുലിയുടെ എല്ല് മാത്രമേ അവിടെ ബാലൻസ് ഉള്ളൂ. അതിനെ ആരോ കൊന്നു തിന്നിരിക്കുകയാണ്. ആ ലേക്കിനകത്തുണ്ടായിരുന്നത് ആ ചെറുപ്പക്കാരനും പിന്നെ ചെറുപ്പക്കാരന്റെ കയ്യിരിക്കുന്ന ആ പൂച്ചയുമാണ്. ആ ചെറുപ്പക്കാരൻ എന്തായാലും ഈ ശൈലിയിൽ ആ പുള്ളിപ്പുലിയെ തിന്നത്തില്ല. പിന്നെന്തായിരിക്കും സംഭവിച്ചത്? ആ പൂച്ചയാണോ? ആ പൂച്ചയ്ക്ക് അതിനുള്ള കഴിവുണ്ടോ? അങ്ങനെ തോന്നിയതും ജിങ്ഷ ഒരൊറ്റ കുതിപ്പ്. നീലും ലിറ്റിൽ ഗോൾഡും കൂടി ആ കോർട്ടവന്റെ പുറത്തേക്ക് പാഞ്ഞെത്തുമ്പോൾ പുറത്തേക്ക് ആളുകൾ അമ്പരന്ന് പോവുകയാണ്. അകത്തേക്ക് പോയിരിക്കുന്നത് സാക്ഷാൽ ജിങ്ഷായാണ്. ആ ജിങ്ഷയുടെ പിടിയിൽപ്പെടാതെ ഇതാ നീൽഗിരി ആ കുഞ്ഞു പൂച്ചയുമായി പുറത്തെത്തിയിരിക്കുകയാണ്. അവര് പുറത്തേക്ക് എത്തിയ ആ സെക്കൻഡിൽ തന്നെ സാക്ഷാൽ ജിങ്ഷയും പുറത്തേക്ക് ചാടിയിറങ്ങി. പുറത്തേക്ക് ചാടിയിറങ്ങുന്ന ജിങ്ഷയുടെ അടിയിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ആ പുള്ളിപ്പുലി മാത്രമില്ല. ജിങ്ഷയുടെ പുള്ളിപ്പുലി എവിടെ പോയി? ആ ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. ആ സംശയത്തിന് അറുതി വരുത്തിക്കൊണ്ട് ജിങ്ഷ നീലിനെ നോക്കി അലറുകയാണ്. ഏയ്, നീ കളിച്ച് എന്റെ മൗണ്ടിന് നേരെ കളിച്ചു തുടങ്ങിയല്ലേ? എന്റെ പുള്ളിപ്പുലിയെ നിന്റെ ഈ വൃത്തികെട്ട ജന്തു തിന്നു. അത് എനിക്ക് അനുവദിക്കാൻ പറ്റില്ല. നിന്റെ ഈ വൃത്തികെട്ട പൂച്ചയും ഞാനിപ്പം ഇല്ലാതാക്കുന്നുണ്ട്. ജിങ്ഷ പറഞ്ഞ ആ വാചകത്തിന്റെ അർത്ഥം ശരിക്കും ആളുകൾക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ അല്പം സമയം വേണ്ടി വന്നു. നീൽഗിരിയുടെ കയ്യിലിരിക്കുന്നത് ഒരു കുഞ്ഞു പൂച്ചയാണ്. ആ പൂച്ച ആ കൂറ്റൻ പുള്ളിപ്പുലിയെ തിന്നു എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? പറയുന്നതൊക്കെ ഒരു അതിരക്ക് വേണ്ടേ? പക്ഷേ ജിങ്ഷയുടെ മുഖം കണ്ടാൽ അറിയാം അയാൾ പറയുന്നത് 100% ശരിയാണ്. അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ലോങ് ഓഫ് എങ്ങും
പെട്ടെന്ന് നീലിന്റെ മുന്നിലേക്ക് കയറി. ഏയ് ജിങ്ഷ, ഈ യങ്മാനെ തൊടാൻ ഒരു കാരണവശാലും നിങ്ങൾ ഞങ്ങൾ അനുവദിക്കത്തില്ല. അതിന് ഒരു പൊട്ടിച്ചിരിയായിരുന്നു ജിങ്ഷയുടെ മറുപടി. ഇവരെ തൊടാൻ എനിക്ക് നിങ്ങളുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ മുന്നോട്ട് കുതിച്ച് ആ കൈകൾ കൊണ്ട് തന്നെ ആഞ്ഞ് അവന്മാരെ ഇടിക്കുകയാണ്. ശരിക്കും അയാള് അതിശക്തനാണെന്ന് അയാളുടെ ആ കൈ മുന്നോട്ട് കുതിക്കുമ്പോൾ തന്നെ ആർക്ക് മനസ്സിലാവും. തന്റെ മുന്നിൽ നിൽക്കുന്ന ആ ലോങ്ങും അതുപോലെ യാങ്ങും ശരിക്കും പരിക്കേറ്റ് നിൽക്കുകയാണെന്ന് അറിയാവുന്ന നീൽഗിരി പെട്ടെന്ന് അവരെ പുറകോട്ട് വലിച്ചിട്ട് മുന്നിലേക്ക് കയറിയെന്ന് മാത്രമല്ല, നീല് തിരിച്ച് ആഞ്ഞ് പഞ്ച് ചെയ്യുകയും ചെയ്തു. ശക്തമായ ജിങ്ഷയുടെ പഞ്ചിന് അതുപോലെ ഒരു മറുപഞ്ച്. ഈ സംഭവം ഉണ്ടാകുന്നത് ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗത്തിലാണ്. ഫെങ്ങിനെയും യാങ്ങിനെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് ശരിക്കും നീൽഗിരി മുന്നോട്ട് കയറിയതും ഇടിച്ചതും. ആ ഇടി ജിങ്ഷായും പ്രതീക്ഷിച്ചതല്ല. അയാള് 2 സ്റ്റെപ്പ് പുറകോട്ട് മാറി. അതുപോലെ നീലും. നീ അപ്പോ ഒരു ബോഡി റിഫൈൻ ചെയ്യുന്ന വ്യക്തി കൂടിയാണല്ലേ. മാർഷൽ ആർട്ടിസ്റ്റുകൾ പലപ്പോഴും സ്പിരിച്വൽ എനർജി അബ്സോർവ് ചെയ്യാനും അതിനെ ചാനലൈസ് ചെയ്യാനും പഠിച്ചു കഴിഞ്ഞാൽ മാർഷൽ ആർട്ടിസ്റ്റുകൾ പിന്നെ ബോഡി റിഫൈൻമെന്റിന് അധികം സമയം കൊടുക്കാറില്ല. ബോഡിയല്ല, ബോഡിക്കുള്ളിലെ സ്പിരിച്വൽ എനർജിയുടെ കാര്യമെന്ന് അവർക്ക് മനസ്സിലാവും. അതാണ് പവർ. പക്ഷെ ഇവിടെ നീൽഗിരി അയാളെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു ബോഡി ബിൽഡർ കൂടിയാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. നീലിന്റെ ആ പഞ്ചിന് വല്ലാത്തൊരു പവറുണ്ട്. നീലിപ്പോ സെയിന്റ് കിങ് ലെവലിലെ 3ാം സ്റ്റേജുകാരനാണ്. ജിങ്ഷായുമായി കമ്പയർ ചെയ്യാൻ കഴിയുന്ന ഒരു ലെവലിലല്ല നീല ഉള്ളത്. അതുകൊണ്ട് തന്നെ ജിങ്ഷായ്ക്ക് വല്ലാത്തൊരു അമ്പരപ്പുണ്ട്. ജിങ്ഷ നീലിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അവനോട് പറഞ്ഞു, നിന്റെ ആൽക്കമി സ്കില്ല് നിന്നെ 4ാമത്തെ നില വരെ എത്തിച്ചു. നിന്റെ മാർഷൽ സ്കില്ല് പക്ഷേ ഞങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷെ അതൊന്നും കാര്യമല്ല, നീ ഇവിടെ മരിക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കണ്ണഞ്ചിക്കുന്ന വേദിയിൽ മുന്നോട്ട് കുതിച്ചതും ആ യാങ്ങും ഫെങ്ങും അവരുടെ വാളുകളുമായി ജിങ്ഷയുടെ മുന്നിലേക്ക് പാഞ്ഞു കയറി. പക്ഷെ ആ 2 വൃദ്ധന്മാർക്കും ശരിക്കും ഒന്നും ചെയ്യാൻ പറ്റും മുമ്പ് രണ്ടുപേരും ദൂരേക്ക് തെറിച്ചു വീണു. അവർക്ക് തൊടാൻ കഴിയുന്ന ഒരാളല്ല ജിങ്ഷ. ജിങ്ഷ മുന്നോട്ട് കുതിച്ച് നീലിനെ ഒറ്റയിടി. നേരത്തെ ആ യാങ്ങിനും ഫെങ്ങിനുമെതിരെ തൊടുത്തതുപോലെ അല്ല ഇപ്രാവശ്യം ജിങ്ഷ തൊടുത്തത്. ജിങ്ഷ അയാളുടെ പവർ ഫുള്ള് നീലിന്റെ പുറത്ത് കൊടുത്തു എന്നർത്ഥം. നീല് തിരിച്ച് പഞ്ച് ചെയ്തെങ്കിലും ശരിക്കും ആ പഞ്ച് കൃത്യമായി തൊടുക്കാൻ കഴിയുമ്പോൾ നീല് തെറിച്ചിരുന്നു. നീലിനെ അമ്പരപ്പിക്കുന്ന വേഗതയായിരുന്നു ജിങ്ഷ അവിടെ കാഴ്ചവെച്ചത്. നീല് പുറകോട്ട് തെറിച്ച് അവിടെയുള്ള ഒരു ഫലകത്തിൽ തട്ടി താഴേക്ക് വീണു. പക്ഷെ താഴേക്ക് വീഴുമ്പോൾ നീല് ബാലൻസ് ചെയ്തു. ഈ കാഴ്ച ആ ലിയോ കുടുംബത്തിലെ യാമിയും യാമിയുടെ പിതാവും കാണുന്നുണ്ട്. ശരിക്കും യാമിയുടെ പിതാവിന് നീലിനെ രക്ഷിച്ചാൽ കൊള്ളാമെന്ന് ഒരു തോന്നൽ ഇപ്പോ ഉണ്ടായി വരികയാണ്. പക്ഷേ അയാൾക്ക് എതിരാൻ കഴിയുന്ന ഒരു കഥാപാത്രമല്ല ആ നിൽക്കുന്ന ജിങ്ഷ. ഇവൻ എന്തിനാ ഈ ജിങ്ഷയെ പോലെ ഒരാളുമായി ഉടക്കാൻ നിൽക്കുന്നത്? ആ ഒരു ചോദ്യമാണ് ആ മനുഷ്യന്റെ മനസ്സിലുള്ളത്. യാമിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ സങ്കല്പങ്ങളിലുള്ള കഥാപാത്രമേ അല്ല ഈ ജിങ്ഷ. ജിങ്ഷ വീണ്ടും നീലിനെതിരെ നടക്കുമ്പോൾ ആ യാങ് ഫെങ്ങും പിന്നെയും മുന്നോട്ട് കുതിച്ച് അവരുടെ ഇടയിലേക്ക് വന്നു. മിസ്റ്റർ ജിങ്ഷ, ഇനി നിങ്ങൾ മുന്നോട്ട് കാല് വെക്കണമെങ്കിൽ എന്നെ കൊല്ലേണ്ടി വരും. അത് പറഞ്ഞത് ഫെങ് ആണ്. ഫെങ് അങ്ങനെ പറഞ്ഞിട്ട് തന്റെ കൂടെ നിൽക്കുന്ന യാങ്ങിനോടായി പറഞ്ഞു, യാങ്, എന്റെ അഭാവത്തിൽ എന്റെ മക്കളെ ഒന്ന് നോക്കിക്കോണം. അവർക്കും ആൽക്കമിയിൽ താല്പര്യമുണ്ട്. ശരിക്കും ഒരു മരണമൊഴി അതാണ് ഫെങ് യാങ്ങിന് നൽകുന്നത്. അങ്ങനെ ഫെങ് പറയുമ്പോഴേക്കും ആ ജിങ്ഷ വീണ്ടും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. ആ അറ്റാക്ക് ഫെങ്ങിന് തടുക്കാൻ കഴിയുമ്പോൾ യാങ് മുന്നിലേക്ക് കയറുകയും തടുക്കുകയും ചെയ്തു. തൽഫലമായി യാങ് തെറിച്ചു. യാങ്ങിന്റെ വായിൽ നിന്ന് ചോര ഒരു പമ്പിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തെറിക്കുകയായിരുന്നു. അത്ര ശക്തമായിട്ടൊരു പഞ്ചാണ് ഇപ്പോ യാങ്ങിന് കിട്ടിയിരിക്കുന്നത്. ഓടി യാങ് എന്ന് വിളിച്ചോണ്ട് ഫെങ് ആ യാങ്ങിന്റെ അടുത്തേക്ക് ഓടിയെത്തി യാങ്ങിനെ എടുത്തുയർത്തുമ്പോഴേക്കും നീൽഗിരി ഓടി അടുത്തെത്തി. നീല് അവർ രണ്ടുപേരും പിടിച്ചു. നീല് അവരോട് പറയുകയും ചെയ്തു, ഫ്രണ്ട്സ്, നിങ്ങൾ ഇടപെടണ്ട. അങ്ങനെ നീല് പറയുമ്പോ ഓൾഡ് ഫെങ് നീലോട് പറഞ്ഞു, ഏയ് യങ് മാൻ, ഞങ്ങളുടെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ഞങ്ങള് നിങ്ങളെ രക്ഷിച്ചിരിക്കും. അത് ഫെങ്ങിന്റെ ഉറച്ച തീരുമാനമാണ്. വേണ്ടി വന്നാൽ സെൽഫ് ഡിസ്ട്രക്ഷൻ നടത്തി ഒരു പൊട്ടിത്തെറിയിലൂടെ ജിങ്ഷയെ അയാള് സ്വയം അവസാനിക്കുമ്പോൾ കൂടെ കൊണ്ടുപോകും. അയാൾ സ്വയം പൊട്ടിത്തെറിച്ചുണ്ടാക്കുന്ന ആ സ്ഫോടനത്തിലേക്ക് ജിങ്ഷയ്ക്കൂടെ വലിച്ചു കയറ്റുമെന്നാണ് പറയുന്ന ഫെങ് അത് ചെയ്യുമെന്ന് ഏതാണ്ട് ഉറപ്പുമാണ്. അത് മനസ്സിലാക്കിയ ജിങ്ഷ ഒന്ന് ചിരിച്ചു. ഫെങ്, അതൊന്നും നടക്കില്ല. നിന്നെ അതിനു മുമ്പ് ഞാൻ അവസാനിപ്പിച്ചിരിക്കും. അങ്ങനെ അയാൾ പറഞ്ഞുകൊണ്ട് കൈ ഒന്ന് ഉയർത്തിയതും അയാളുടെ കയ്യിൽ ഒരു വാള് പ്രത്യക്ഷപ്പെട്ടു. ആ വാള് അയാളൊന്ന് ആകാശത്തേക്ക് ഉയർത്തുകയാണ്. ആ സമയത്ത് ശരിക്കും ആ വാളിൽ നിന്ന് ഇഷ്ടംപോലെ സോഡ എനർജി അവിടെ മുഴുവൻ പരക്കുകയാണ്. ശക്തമായ ഒരു പ്രഷർ ആ വാളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ അനുഭവപ്പെടുകയാണ്. ശരിക്കും
ജിങ്ഷ ആ വാള് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഉയർത്തി പിടിച്ചിട്ടുള്ളെങ്കിലും അതിന്റെ പ്രഷർ വളരെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വരികയാണ്. സകല ആളുകളിലും ആ പ്രഷർ അനുഭവപ്പെടുമ്പോൾ അയാൾ ആ വാള് ഒന്ന് വീശി. ഫെങ്ങിന്റെ കഴുത്ത് ലക്ഷ്യമാക്കിക്കൊണ്ട് ശക്തമായി അയാൾ ആ വാള് വീശുമ്പോൾ നീൽഗിരി യാങ്ങിന്റെ അടുത്താണ്. യാങ്ങിന്റെ അടുത്തുനിന്ന് ഫെങ്ങിന്റെ അടുത്തേക്ക് ഓടിയെത്താൻ നീലിന് കഴിയും മുമ്പ് ആ അറ്റാക്ക് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഫെങ്ങിന്റെ ജീവനെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആ സോഡ് സ്ട്രൈക്ക് ഫെങ്ങിനെ സമീപിക്കുന്ന ആ നിമിഷത്തിലാണ് കിണിങ് എന്നൊരു സൗണ്ട് കേൾക്കുന്നത്. ആ നിമിഷത്തിൽ ഒരു കോൾഡ്രൻ അവിടെ വന്ന് വീഴുകയും ചെയ്തു. ആ കോൾഡ്രനിൽ തട്ടിയ വാള് ശരിക്കും പുറകോട്ട് തെറിച്ചു. അതുണ്ടാക്കിയ ആ ബാക്ക് ഫയർ ജിങ്ഷയും പുറകോട്ട് തെറിപ്പിച്ചു. അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ശൈലിയിൽ ഒരു എൻട്രി അവിടെ നടന്നിരിക്കുകയാണ്. ആളുകൾ അമ്പരപ്പോടെ എന്താ സംഭവിച്ചെന്ന് നോക്കുമ്പോൾ അവിടേക്ക് നല്ല വെളുത്ത താടിയുള്ള ഒരാള് പറന്ന് ഇറങ്ങുകയാണ്. അക്ഷരാർത്ഥത്തിൽ ആകാശത്തിലൂടെ ആ മനുഷ്യൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയാം. അവിടെ എത്തിയ ആ മനുഷ്യൻ താഴേക്ക് വീഴാൻ പോയ ഫെങ്ങിനെ പെട്ടെന്ന് ഒരു കൈ കൊണ്ട് പിടിച്ചു ഉയർത്തി. അടുത്ത നിമിഷത്തിൽ ഒരു ഗുളിക ഫെങ്ങിന്റെ വായിലേക്ക് ആ മനുഷ്യൻ അങ്ങ് ഇടുകയും ചെയ്തു. ആ മനുഷ്യനെ കണ്ടതും യാങ് തൊഴുകയോടെ അദ്ദേഹത്തോട് പറഞ്ഞു, ആർക്കിമാസ്റ്റർ ലിങ് യു അങ്ങ് എത്തിയല്ലോ. അങ്ങനെ അദ്ദേഹം പറയുമ്പോ മറുഭാഗത്ത് ആ ഷാ അത്ഭുതത്തോടെ ആ വന്ന മനുഷ്യനെ നോക്കുകയാണ്. അയാൾ അമ്പരപ്പോടെ ആ വന്ന മനുഷ്യനോട് ചോദിച്ചു, ഏയ് ആർക്കിമാസ്റ്റർ ലിങ് യു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഏയ് ജിങ്ഷ, നീ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തിരിക്കുന്നത്. ഏയ് ലിങ് യു, നിങ്ങൾ എന്തായി പറയുന്നത്? ജിങ്ഷ, എന്റെ ആളുകളെ തൊടാൻ നിനക്കാരാ അധികാരം നൽകിയത്? ഏയ് ലിങ് യു, കോർട്ട് ടവറിലേക്ക് ഒരാൾ അതിക്രമിച്ച് കയറിയാൽ ഇടപെടാൻ എനിക്ക് അധികാരമുണ്ട്. ഈ ഡാനോവ് സിറ്റിയിൽ ഞാനും അധികാരിയാണ്. ഡാനോവ് സിറ്റിയിലെ 2 അധികാര കേന്ദ്രങ്ങളിൽ ഒന്ന് ജിങ്ഷായും മറ്റൊന്ന് ലിങ് യുവുമാണ്. അത് ഓർത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് ഓർപ്പിച്ചുകൊണ്ടാണ് ജിങ്ഷ ആ ഡയലോഗ് പറഞ്ഞത്. ആ ഡയലോഗ് ജിങ്ഷ പറഞ്ഞതും ലിങ് യു ജിങ്ഷയോട് പറഞ്ഞു, ഏയ് ജിങ്ഷ, നിന്റെ അധികാരമൊക്കെ ഈ കോർട്ട് ടവറിന് പുറത്തു മതി. ഇവിടെ എന്ത് എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും ചെയ്യുന്നതും ഞാനാണ്. ഏയ് ലിങ് യു, എനിക്ക് നിന്നോട് എതിരിടാൻ താല്പര്യമൊന്നുമില്ല, പക്ഷേ ആ ചെറുപ്പക്കാരനെ എനിക്ക് വേണം. അത് കേട്ടതും ലിങ് യു ജിങ്ഷയോട് പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ തൊടാൻ ഞാൻ ഒരാളെയും അനുവദിക്കത്തില്ല. അദ്ദേഹത്തെ തൊടാൻ നീ ശ്രമിച്ചാൽ നിന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ല. ലിങ് യുവിന്റെ ആ ഡയലോഗ് ശരിക്കും അവിടെ എന്തൊക്കെ പ്രതിഭാസങ്ങൾ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. യാമി അറിയാതെ അവിടെ കയ്യിൽ ഒന്ന് പിടിച്ചു നോക്കുകയാണ്. താൻ കേട്ടതും കണ്ടതും വാസ്തവമാണെന്ന് അറിയാൻ അവൾക്ക് വേറെ ഒരു മാർഗമില്ലല്ലോ. അവിടെ അടുത്തേക്കുന്ന അവിടെ അച്ഛൻ ഊവലൻ യാമിയുടെ കൈ പിടിച്ചിട്ട് യാമിയുടെ ചോദിച്ചു, യാമി എന്താ സംഭവം? സാക്ഷാൽ ആൽക്വി മാസ്റ്റർ ലിങ് ഈ ഡാനോവ് ടൗണിലെ നമ്പർ 2 എന്ന് വിളിക്കുന്ന ജിയാങ് ഷായുമായി ഇതാ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്നല്ല, ശരിക്കും ലിങ് യു മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. അതിന്റെ കാരണം ആ ചെറുപ്പക്കാരന്റെയും ആ ബോഡി ഗാർഡുകളുടെയും പുറത്ത് കണ്ട പരിക്കുകളാണ്. നീൽഗിരിയെയും അതുപോലെ ഫെങ്ങിനെയും യാങ്ങിനെയും പരിക്കേൽപ്പിച്ചത് ജിങ് ഷായാണെന്ന് തോന്നിയത് കൊണ്ടാണ് ലിങ് യു മുന്നോട്ട് കുതിച്ചത്. മുന്നോട്ട് കുതിക്കുന്ന ലിങ്ങിന്റെ കയ്യിൽ പെട്ടെന്നാണ് ഒരു വാള് പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹം ഒരു ആൽക്കമിസ്റ്റ് ആണ്. ആൽക്കമിസ്റ്റായ ലിങ് യു സാധാരണഗതിയിൽ മാർഷൽ ആർട്ടിസ്റ്റുകൾ കൈകാര്യം ചെയ്യും പോലെ വാള് കൈകാര്യം ചെയ്യുമെന്ന് ആരും കരുതാതിരിക്കുമ്പോഴാണ് വാളുമായി ലിങ് യു മുന്നോട്ട് കുതിക്കുന്നത്. അത് കണ്ട ജിങ്ഷ ഒന്ന് ചിരിച്ചു. ഹേയ് ലിങ് യു, നിന്റെ മേഖല ആൽക്കമിയാണ്, മാർഷൽ ആർട്സിൽ നീ വെറും ശിശുവാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കൈയൊന്ന് അനക്കിയതും 100 കണക്കിന് സോഡുകൾ താഴേക്ക് ഇങ്ങനെ പെയ്തിറങ്ങി. ആ സോഡുകൾ അതിവേഗതയിൽ മിസൈലുകൾ പായും പോലെ ലിങ് യുവിന് നേരെ ആകാശത്തുള്ള പാഞ്ഞു വരുമ്പോ ലിങ് യു തന്റെ കൈവശമിരിക്കുന്ന ആ സോഡ് ഒന്ന് കറക്കിയതും അമ്പരപ്പിക്കുന്ന വേഗതയിൽ ആ കറക്കം പുതിയ വാളുകളെ സൃഷ്ടിച്ചു. ശരിക്കും ലിങ് യു ആ വാളൊന്ന് കറക്കിയതും ആ വാളിന്റെ കറക്കത്തിനനുസരിച്ച് അനവധി വാളുകളുടെ ഒരു വൻ ശേഖരം അവിടെ ഉണ്ടാകുകയാണ്. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ വാളുകളെ ഹൊറിസോണ്ടലായിട്ട് ലിങ് യുവിന്റെ വാളുകൾ തടുത്തതും ആ സകല വാളുകളും വായുവിലങ്ങ് ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടു. അത് മറുഭാഗത്തേക്കുന്ന ജിങ്ഷയെ ഒന്ന് ഞെട്ടിച്ചു. അയാളുടെ 1000 സോഡ് ഫോർമേഷൻ എന്ന ടെക്നിക്കിനെ നിഷ്പ്രയാസം ഇവിടെ ഇതാ ലിങ് യു തകർത്തിരിക്കുകയാണ്. ആൽക്കമിയിൽ മാത്രമല്ല മാർഷൽ ആർട്സിലും താൻ ആരുടെയും പിന്നിലല്ല എന്ന് തെളിയിക്കുന്ന ഒരു ടെക്നിക്കാണ് ലിങ് യു കാഴ്ചവെച്ചിരിക്കുന്നത്. ആ യാഥാർത്ഥ്യം അവിടെ ആ തറയിലുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. ശരിക്കും ഇപ്പോ ലിങ് യുവും ആ ഷായും ആകാശത്തിലാണ്. അവർ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് യഥാർത്ഥത്തിൽ അവിടെ തുടങ്ങിയതേ ഉള്ളൂ. ഏകദേശം ഒരു 10 മിനിറ്റ് രണ്ടുപേരും കൂടി പൊരിഞ്ഞ ഫൈറ്റ് തന്നെ ആകാശത്ത് നടന്നു. ലിങ് ഷാ അയാളുടെ എല്ലാ മാർഷൽ ആർട്സ് കപ്പാസിറ്റിയും അവിടെ എടുത്തുപയോഗിച്ചു. പക്ഷെ ലിങ് യുവിനെ തോൽപ്പിക്കാൻ പറ്റില്ല. ആൽക്കമിയിൽ മാത്രമല്ല മാർഷൽ ആർട്സിലും താൻ ആരുടെയും പിന്നിലുള്ള
എന്ന ശൈലിയിലായിരുന്നു ലിങ് പ്രകടനം. രണ്ട് മഹാമേരികൾ തമ്മിലുള്ള ആ ഫൈറ്റ് നടക്കുമ്പോൾ താഴെ ക്യുലിൻ കുടുംബത്തിന്റെ ആ റിച്ചാർഡും അതുപോലെ ബാക്കിയുള്ള ആളുകളൊക്കെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. നാൻവെങ് ശരിക്കും കിളി പോയതുപോലെ നിൽക്കുക. അതുപോലെ തന്നെ യാമിയും ഊവലനൊക്കെ. ഊവലൻ പല കാര്യങ്ങളും ആലോചിക്കുകയാണ്. ഈ ഫൈറ്റിൽ താൻ ഒരു പക്ഷം പിടിക്കേണ്ടതായിരുന്നു. നീൽഗിരിക്ക് ഒപ്പം കൂടേണ്ട ഒരു സന്ദർഭം എത്തിയിരിക്കുകയാണ്. തന്റെ വീട്ടിലേക്ക് വന്ന കക്ഷിയാണ് നീല്. പക്ഷെ നീലിനെ താൻ പുറം കാലം കൊണ്ട് തൊടിച്ച് പുറത്തു കളഞ്ഞു. അബദ്ധമായി പോയി. അങ്ങനെ ഊവലൻ ആലോചിക്കുമ്പോഴേക്കും ആ ഫൈറ്റ് ഏതാണ്ട് സ്റ്റാൻഡ് സ്റ്റില്ലായി. രണ്ടുപേരും താഴെ എത്തി. ഷാ ലിങ് യുവിനോട് പറഞ്ഞു, നോക്ക്, നമ്മൾ തമ്മിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുകയല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം ക്യുലിൻ കുടുംബത്തിലെ റൊണാൾഡോയും ആ ചെറുപ്പക്കാരനും തമ്മിലുള്ള ഒരു വിഷയത്തിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ വെറുതെ ഫൈറ്റ് ചെയ്യുന്നതിന് പകരം ആൽക്കെമിയിലൂടെ അവർ തമ്മിൽ മത്സരിക്കാൻ ഒരു വെനി ഒരുക്കുന്നതാണ് നല്ലതെന്നാണ്. വളരെ സമർത്ഥമായിട്ട് ഷാ തന്റെ ഐഡിയ വർക്കൗട്ട് ചെയ്തതാണ്. ക്യുലിൻ കുടുംബത്തിലെ റൊണാൾഡോ മാർഷൽ ആർട്സിൽ ആ നിൽക്കുന്ന ചെറുപ്പക്കാരനേക്കാൾ പിന്നോക്കമാണെങ്കിലും ആൽക്കെമിയിൽ അവനൊരു പുലിയാണ്, ജീനിയസ് ആണ്. ഈ ഡാനബ് ടൗണിലെ ഏറ്റവും പ്രശസ്തനായ ഏറ്റവും ജീനിയസ് ആയിട്ടുള്ള ആൽക്കെമി സ്കില്ലുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ, അത് ക്യുലിൻ റൊണാൾഡോയാണ്. ആ ക്യുലിൻ റൊണാൾഡോയെ ആൽക്കെമി സ്കില്ലിൽ പരാജയപ്പെടുത്താൻ നീൽഗിരിക്ക് കഴിഞ്ഞാൽ അവിടെ ഈ കാര്യങ്ങൾ അവസാനിക്കും. പരാജയപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും നീലിനെ ജിങ് ഷായ്ക്ക് വിട്ടുകൊടുക്കണം. വളരെ വ്യക്തമായ അയാൾ കണ്ടീഷൻ പറഞ്ഞതും ലിങ് യു പറഞ്ഞു, ഹേയ് അതൊന്നും നടക്കില്ല. പക്ഷേ ലിങ് യു അങ്ങനെ പറഞ്ഞതും നീൽഗിരി ഇടക്കേറി, വേണ്ട, അങ്ങനെ മത്സരം നടക്കട്ടെ, ഞാനായിട്ട് ഒരു വിഷയം ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല. എന്ത് മത്സരമാണ് ആൽക്കെമിയിൽ ഞങ്ങൾ തമ്മിൽ നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഉടൻ തന്നെ ജിങ് ഷായുടെ മറുപടി ഉണ്ടായി, ലിങ് യു, നമ്മുടെ ഈ കോർട്ട് ടവറിന്റെ പുറകിലുള്ള ആ പ്രതിമയുടെ മുന്നിലാകട്ടെ മത്സരം. ആ പ്രതിമയുടെ മുന്നിലെ മത്സരത്തിൽ ആരാണോ വിജയിക്കുന്നത് ആ ആൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ. വളരെ സിമ്പിൾ ആയിട്ടാണ് ജിങ് ഷാ ആ ഡയലോഗ് പറഞ്ഞത്. പക്ഷെ ആ ഡയലോഗിനുള്ളിൽ ഒരു ചതിയുണ്ട്. ആ കോർട്ട് ടവറിന്റെ പുറകിൽ ഒരു പ്രതിമയും ഒരു പീഠവും ഒക്കെ ഉണ്ട്. ആ പ്രതിമയുടെ മുന്നിൽ നമ്മൾ കയറി നിൽക്കുമ്പോൾ ആ പ്രതിമ നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ പുറത്തേക്ക് ആ പ്രതിമ ശരിക്കും ഒരു ഊർജം പ്രസരിപ്പിക്കുകയാണ് ചെയ്യുക. പ്രസരിപ്പിച്ചാൽ നമ്മൾ വിജയിച്ചു എന്നാണ് അർത്ഥം. പ്രസരിപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതാണ് കാതലായ ചോദ്യം. ആ വ്യക്തി ആളുകളെ അമ്പരപ്പിച്ചുകൊണ്ട് അവിടെ ആ പ്രതിമയുടെ മുന്നിൽ മരിച്ചു വീഴും. അയാളുടെ ബോഡിയിലെ രക്തവും ഊർജവും ഒക്കെ ആ പ്രതിമ വലിച്ചെടുക്കും. കോർട്ട് ടവർ സന്ദർശിക്കാൻ പലപ്പോഴും ആളുകൾ വരുമായിരുന്നു. അങ്ങനെ വരുന്നവർ കോർട്ട് ടവറിനകത്തേക്ക് കയറാൻ പറ്റാതെ വരുമ്പോൾ സൈഡിലേക്കുള്ള സ്ഥലങ്ങൾ കാണും. അങ്ങനെ സൈഡിലുള്ള സ്ഥലം കാണാൻ നടക്കുമ്പോൾ അവരെത്തിച്ചേരുക ആ പ്രതിമയുടെ അടുത്താണ്. ആ പ്രതിമ കാണുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാചകങ്ങളൊക്കെ വായിക്കും. ആ പ്രതിമ നിങ്ങളെ അനുഗ്രഹിച്ചാൽ അതോടുകൂടി നിങ്ങൾ വലിയൊരു ആൽക്കെമിസ്റ്റ് ആവും. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രതിമ അനുഗ്രഹിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എഴുതിയിരുന്നാലും ഈ വരുന്ന ആളുകളുടെ കൗതുകം അവരെ ആ പ്രതിമയുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്യും. പല നിരപരാധികളും അങ്ങനെ ആ പ്രതിമയുടെ അടിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ പ്രതിമ അനുഗ്രഹിച്ചില്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ ആ പ്രതിമ തന്നെ ആ ആളിന്റെ രക്തവും ഊർജവും വലിച്ചെടുക്കും. പിന്നെ താഴേക്ക് വീഴുന്നത് രക്തമില്ലാത്ത ഊർജമില്ലാത്ത അസ്ഥികൂടവും തൊലിയുമാണ്. അതിനകത്തെ കുറിച്ച് മാംസമൊക്കെ ഉണ്ടെന്ന് പേരിന് പറയാമെങ്കിലും ആ മാംസത്തിൽ ഒരു തുള്ളി രക്തം പോലും കാണില്ല. അതൊരു വലിയ നോയ്സൻസ് ആയി മാറി. അങ്ങനെയാണ് ഈ ജിങ് ഷായും ലിങ് യുവും ചേർന്ന് ആ സ്ഥലം സീൽ ചെയ്യുന്നത്. ആ സ്ഥലത്തെ സീലിളക്കി അവിടെ ഈ രണ്ട് കക്ഷികളും തമ്മിലുള്ള മത്സരം നടത്തണമെന്ന് പറയുമ്പോൾ അതിന്റെ ലക്ഷ്യം വ്യക്തമാണ്. ആൽക്കെമി സ്കില്ലിൽ കപ്പാസിറ്റി കുറഞ്ഞ നീൽഗിരിയെ കൊലയ്ക്ക് കൊടുക്കാനാണ് ജിങ് ഷായുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ലിങ് യു അത് വേണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ ലിങ്ങിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് നീല് കോമ്പറ്റീഷൻ കയറി സമ്മതിച്ചത്. എന്തായാലും അതിവേഗം സീന് മാറുകയാണ്. സകല ആളുകളും കോർട്ട് ടവറിന്റെ വലതു ഭാഗത്തേക്ക് വന്നതും അവിടെ ജിങ് ഷായും ലിങ് യുവും ഒരുമിച്ച് ചേർന്ന് ചില ആക്ടിവിറ്റീസ് ചെയ്തതും അവിടെ ഉണ്ടായിരുന്ന ആ അതിർച്ച ബാരിയർ അങ്ങ് മാറി. യാമി ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പോഴാണ് ആ പുറകുവശത്തേക്കുള്ള സ്ഥലം കാണുന്നത്. അതിവിശാലമായ ഒരു പ്ലേസിലേക്കാണ് അവർ കടക്കുന്നത്. അവിടെ അവർ മുന്നോട്ട് നടക്കുമ്പോൾ ഒരു വലിയ പീഠവും ഒരു വലിയ പ്രതിമയും ആ പ്രതിമയുടെ അടുത്ത് വലിയൊരു ബോർഡും ഉണ്ട്. ആ സ്ഥലത്തേക്ക് അവരൊക്കെ വരുമ്പോൾ ക്യുലിൻ അവന്റെ മകനെ അവിടേക്ക് വിളിച്ചു വരുത്തി. ജിങ് ഷാ പറഞ്ഞനുസരിച്ചാണ് ക്യുലിൻ മകൻ അവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത്. ഒരു കാരണവശാലും തന്റെ മകന് ഒന്നും സംഭവിക്കില്ല എന്ന് പൂർണ്ണ ബോധ്യം ഇപ്പോ ക്യുലിൻ റിച്ചാർഡിനുണ്ട്. റൊണാൾഡോ അവിടെ എത്തുമ്പോൾ നീൽഗിരി അവിടെ നിൽക്കുകയാണ്. നീലിനെ കണ്ടപ്പോ അവന്റെ പെരുവിരൽ മുതൽ ഒരു ദേശികനെ ഇരച്ചു കയറുകയാണ്. മാർഷൽ ആർട്സിലൂടെ തനിക്ക് നീൽഗിരിയെ തൊടാനാവില്ല. അക്കാര്യം ഇപ്പോ 100% ഉറപ്പാണ്. പക്ഷേ ഇവിടെ ഇതാ നടക്കാൻ പോകുന്നത് ആൽക്കെമി ഫൈറ്റ് ആണ്.
ഈ ഡാനൂബ് സിറ്റിയിലെ ഒണാൻറ്റുള്ളി റൊണാൾഡോയെ തോൽപ്പിക്കാൻ ആൽക്കമി മേഖലയിൽ ആരുമില്ല എന്നാണ് സത്യം. ഇല്ല എന്ന് തീർത്തു പറയാൻ കഴിയില്ല. ആൽക്കമി മാസ്റ്റർക്ക് തോൽപ്പിക്കാൻ കഴിയും, അതല്ലാതെ ഒരാൾക്കും അയാളെ തോൽപ്പിക്കാനാവില്ല. ആ ഒരു ആത്മവിശ്വാസം റൊണാൾഡോയുടെ മുഖത്ത് ദൃശ്യമാണ്. യാമിയുടെ പിതാവും ശരിക്കും ടെൻഷനിലാണ്. നീലിനെ വലിയ നിലയിൽ കാണുന്ന ആ കക്ഷി ലിങ് യു ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിധം ശക്തനാണ്. അദ്ദേഹത്തിന്റെ ആൽക്കമി സ്കില്ലുകൾ തികച്ചും അമ്പരപ്പിക്കുന്നതാണ്. അതിന്റെ ഹൈറ്റ്, അതിന്റെ ആ ഒരു നിലവാരം ഒരാൾക്കും സങ്കല്പിക്കാവുന്ന കാര്യമല്ല. ആ വ്യക്തി മറ്റൊരു ചെറുപ്പക്കാരനെ ഇത്ര ആഴത്തിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണും. അങ്ങനെ ഒരു ധാരണ ഇപ്പോൾ അലനുണ്ട്. എന്തായാലും അവരുടെയൊക്കെ ചിന്തകൾക്ക് അധികം ദൂരം ഓടാനുള്ള സമയം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മത്സരം ആരംഭിച്ചു. മത്സരത്തിൽ ആദ്യം പങ്കെടുക്കുന്നത് റൊണാൾഡോയാണ്. റൊണാൾഡോ ആ പ്രതിമയുടെ അടിയിലേക്ക് കയറുന്നു. നമ്മുടെ ആൽക്കമി സ്കില്ല് ഒരു നിലവാരത്തിലുണ്ടെങ്കിൽ ആ പ്രതിമയിൽ നിന്ന് ഒരു പ്രകാശം നമ്മുടെ പുറത്തേക്ക് വീഴും. ആ പ്രകാശം ശരിക്കും ഒരു അനുഗ്രഹം ചൊരിയലാണ്. റൊണാൾഡോ ആ പ്രതലത്തിൽ നിന്ന് ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞപ്പോൾ തന്നെ ആ പ്രതിമ അതിന്റെ ആക്ടിവേഷൻ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. നിമിഷ നേരങ്ങൾ കൊണ്ടാണ് റൊണാൾഡോയുടെ ബോഡിക്ക് ചുറ്റുമായി ശരിക്കും ഒരു സുവർണ നിറത്തുള്ള പ്രകാശം ഉണ്ടായി വരുന്നത്. അത് ആ പ്രതിമയുടെ അനുഗ്രഹമാണ്. പ്രതിമ റൊണാൾഡോയുടെ ആൽക്കമി സ്കില്ല് ഇതാ അംഗീകരിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് മറുഭാഗത്തുള്ള ആ ബോർഡിൽ അക്കങ്ങൾ പതുക്കെ തെളിഞ്ഞു തുടങ്ങി. 1, 2, 3, 4 എന്ന് പറഞ്ഞെങ്കിൽ അക്ക ഇങ്ങനെ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു ആരോ മാർക്ക് താഴ്ന്ന് മുകളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അക്കങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. അങ്ങനെ തെളിഞ്ഞ ആ ആരോ അവസാനം എത്തി നിന്നത് 624 എന്ന് പറയുന്ന നമ്പറിലാണ്. 624 എന്ന സ്കോർ ഒരു റെക്കോർഡ് സ്കോറാണ്. ഒരാളുടെ ആൽക്കമി സ്കില്ല് എത്രയുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു അളവുകോലാണ് യഥാർത്ഥത്തിൽ ആ പ്ലാറ്റ്ഫോം. ആ പ്രതിമ വെച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളിന്റെ ആൽക്കമി സ്കില്ല് അവിടെയുള്ള പ്ലാറ്റ്ഫോം അളക്കുന്നതാണ്. ആ അളവിനെ ഒരു പ്രത്യേക മെട്രിക്സിലേക്ക് മാറ്റിയത് കൊണ്ടാണ് നമ്പറായി മാറിയിരിക്കുന്നത്. 624 സങ്കല്പിക്കാനാവാത്ത ഒരു സ്കോറാണ് റൊണാൾഡോ നേടിയിരിക്കുന്നത്. റൊണാൾഡോ തിരിഞ്ഞ് നീലിനോട് പറഞ്ഞു, ഹേയ് നീൽഗ്രി, കാണിക്കേ നിന്റെ ആൽക്കമി സ്കില്ല്. അങ്ങനെ പറയുമ്പോൾ അവന്റെ മുഖത്ത് വ്യക്തമായ ഒരു പുച്ഛമുണ്ട്. നീല് ഇനി ഇല്ല. ശരിക്കും അവന്റെ ദേഹം വേദനിപ്പിച്ച വ്യക്തിയാണ് നീൽഗ്രി. ആ നീലിത മരിക്കാൻ പോവുകയാണ്. അവനേക്കാൾ ആൽക്കമി സ്കില്ല് കുറവാണെന്ന് തെളിഞ്ഞാൽ ആ നിമിഷം നീല് പരാജയം സമ്മതിക്കും. നീല് അവിടെ വെച്ച് അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റും. ഒരു ജീവൻ മരണ പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ നടക്കുന്നത്. ലൈഫ് ഓർ ഡെത്ത്. നീല് ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറി. യാമിയും അലനും അതുപോലെ ലിങ് യുവും ആ 2 ഗാർഡുകളും മാത്രമാണ് ഈ സമയത്ത് നീലിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. ബാക്കി മുഴുവൻ ആളുകളും മറുഭാഗത്താണ്. ജിങ്ഷ കൗതുകത്തോടെ ആ പ്രതിഭയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സമയം ഇങ്ങനെ കടന്നു പോവുകയാണ്. ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഈ സമയത്ത് ആ പ്രതിമയ്ക്കുള്ളിലെ സോള് നീലിന്റെ സോളിനെ അകത്തേക്ക് വലിച്ചിരിക്കുകയാണ്. അയാള് നീലിന്റെ സോളിനെ ഒരു വിശാലമായ സ്ഥലത്തേക്ക് വലിച്ചെത്തിച്ചിരിക്കുകയാണ്. ഏയ് യങ് മാൻ, സകലരും എനിക്ക് മുന്നിൽ മുട്ടുകുത്തിയപ്പോ നീ എന്താ മുട്ടുകുത്താത്തത്? അവിടെ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്ന സമയത്ത് എല്ലാവരും മുട്ടുകുനിച്ച് ആ പ്രതിമയെ വണങ്ങിയിരുന്നു. ആ പ്രതിമയെ എല്ലാവരും ആൽക്കമി ഗോഡ് എന്നാ വിളിക്കുന്നത്. ആ പ്രതിമയെ വണങ്ങാത്ത ഏക കക്ഷി നീൽഗിരിയാണ്. നീൽഗിരിയുടെ ആ അഹങ്കാരം അത് ശരിയല്ലല്ലോ എന്ന് ലിങ് യുവിന് പോലും തോന്നിയതാണ്. പക്ഷെ നീല് മുട്ടു വളയ്ക്കാത്തതിന് ഒരു കാരണമുണ്ട്. അതിന്റെ കാരണം അവൻ സംസാര ഗ്രേവ് യാർഡിന്റെ അകത്തുനിന്ന് കേട്ട ലിൻ ക്ലിൻസ്മാന്റെ ശബ്ദമാണ്. ഏയ് ശിഷ്യ, നീ ആ പ്രതിമയ്ക്ക് മുന്നിൽ മുട്ടുകുത്തേണ്ട കാര്യമില്ല. ആ പ്രതിമയുടെ ഉള്ളിലെ സ്പിരിറ്റ് അത് മുട്ടുകുത്തണം നിന്റെ മുന്നിൽ. നീൽഗിരി, നീ ആരാണ് എന്ന കാര്യം മറന്നു പോകരുത്. നീ സംസാര ഗ്രേവ് യാർഡിന്റെ അധിപനാണ്, മാസ്റ്ററാണ്. ഞങ്ങളെ 100 മഹാന്മാര് ഈ സംസാരക്കകത്തുണ്ട്. ഞങ്ങൾ 100 പേരുടെയും മാസ്റ്ററായ നീ ആ പ്രതിമയുടെ സ്പിരിറ്റിന് മുന്നിൽ മുട്ടുകുത്തിയാൽ അതിന്റെ കുറച്ചിൽ ഞങ്ങൾക്കാണ്. ലിൻ ക്ലിൻസ്മാൻ പറയുന്ന വാക്കുകൾ വളരെ വ്യക്തമായി നീൽ കേട്ടിരുന്നു. അതുകൊണ്ടാണ് നീല് ആ പ്രതിമയ്ക്ക് മുന്നിൽ മുട്ടുകുത്താതിരുന്നത്. ഇപ്പൊ നീലിനെ ആ പ്രതലത്തിലേക്ക് വലിച്ച് ആ ആള് കയറ്റിയതും അയാള് നീലിനോട് ചോദിച്ചു, യങ് മാൻ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ, എന്തുകൊണ്ട് നീ എന്റെ മുന്നിൽ മുട്ടുകുത്തിയില്ല? നിന്റെ മുന്നിൽ മുട്ടുകുത്താൻ അതിന് നിനക്കെന്താ അർഹത? നിന്റെ എന്ന ആ പദവും എന്താണ് അർഹത എന്ന ചോദ്യമൊക്കെ നീലിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ശരിക്കും ആ സ്പിരിറ്റ് ഞെട്ടുക തന്നെ ചെയ്തു. അത് ആദ്യമായിട്ടാണ് ഈ ശൈലിയിൽ ഒരു റിയാക്ഷൻ കാണുന്നത്. ഹേയ് യങ് മാൻ, നീ ആരോടാ സംസാരിക്കുന്നത് എന്നറിയാവൂ? അതുപോട്ടെ, നീ ഇപ്പോ എവിടെയാ ഉള്ളതെന്നറിയാവൂ? അയാളെ
സ്ഥിരമായി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അയാൾ ചെയ്തത്. ആ പ്രതിമയുടെ മുന്നിലെത്തുന്ന ആളുകളുടെ സോളിനെ അയാൾ വലിച്ചെടുക്കും. സോള് നഷ്ടപ്പെടുന്ന ബോഡിയാണ് അവിടെ താഴേക്ക് വീഴുക. താഴേക്ക് ആ ബോഡി വീഴും മുമ്പ് ആ ബോഡിയിൽ നിന്ന് രക്തം കൂടി അയാൾ വലിച്ചെടുക്കും. മരിച്ച ബോഡിയിൽ സോളും രക്തവുമില്ലാതെ അങ്ങനെ കിടക്കുമ്പോൾ അത് ആളുകൾ വിചാരിക്കും പരാജയം കൊണ്ട് സംഭവിച്ചാണെന്ന്. ശരിക്കും അയാളുടെ എനർജി എന്ന് പറയുന്നത് ഈ പറഞ്ഞ രക്തവും സോളുമാണ്. നീൽ തോറ്റതുകൊണ്ടാണ് നീലിന്റെ രക്തം വലിച്ചെടുക്കുന്നതിന് മുന്നോടിയായി ആദ്യം നീലിന്റെ സോൾ അയാൾ വലിച്ചെടുത്തത്. നീലിന്റെ സോള് വലിച്ചെടുക്കാൻ യഥാർത്ഥത്തിൽ അയാൾക്ക് പറ്റില്ല. നീല് അനുവദിച്ചത് കൊണ്ടാണ് ആ സോൾ ഇപ്പോൾ ആ പ്ലേസിൽ എത്തിയിരിക്കുന്നത്. അയാളുടെ ആ ചോദ്യം കേട്ടതും ആ സ്ഥലം ഒന്ന് വിറച്ചു. ആ വിറയിൽ ആ സോള് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അതിന്റെ മുഖഭാവം വ്യക്തമാക്കുകയാണ്. ആ സോൾ അമ്പരപ്പോടെ ചുറ്റും നോക്കുമ്പോൾ ആ പ്രദേശത്ത് പെട്ടെന്നാണ് ഒരു സെമിത്തേരിയായി മാറിയത്. ഒരു ഗ്രേവ് യാർഡായി അത് മാറുമ്പോൾ അതിനകത്ത് കൂറ്റൻ 100 കല്ലറകൾ പ്രത്യക്ഷപ്പെട്ടു. ആ കല്ലറകൾ ശരിക്കും പ്രകാശത്തിൽ ജ്വലിക്കുന്നുണ്ട്. ഈ കാഴ്ച കണ്ട ആ സോള് അക്ഷരാർത്ഥത്തിൽ നിന്ന് വിറയ്ക്കുമ്പോൾ അവിടേക്ക് 2 ആളുകൾ കടന്നു വന്നു. ലിൻ ക്ലിൻസ്മാനും മോ നിങ്ങും. ലിൻ ക്ലിൻസ്മാനെ കണ്ടതും ആ സോള് പെട്ടെന്ന് മുട്ടടിച്ച് താഴേക്ക് വീണു. ശരിക്കും അതിപ്പോ ഒരു മനുഷ്യന്റെ രൂപത്തിലാണ്. ആ മനുഷ്യൻ മുട്ടടിച്ച് താഴേക്ക് വീണതും അത് വിറച്ചുടങ്ങി. ലിൻ ക്ലിൻസ്മാനെ പോലുള്ള ലെജൻഡുകൾ 100 പേരാണ് അവിടെ ആ സെമിത്തേരിയിൽ ഇപ്പോൾ ഉള്ളത്. അവരുടെ മാസ്റ്ററെ മുട്ടുകുത്താൻ പറഞ്ഞ താൻ ഏത് ലോകത്താണെന്ന് കൃത്യമായിട്ടും ആ മനുഷ്യന് മനസ്സിലാവുന്നുണ്ട്. മുട്ടുകുത്തിയിരിക്കുന്ന ആ മനുഷ്യനെ ഒന്ന് നോക്കിയിട്ട് ലിൻ ക്ലിൻസ്മാൻ നെയിലിനോട് പറഞ്ഞു, നെയിൽ, ഇവൻ ഒരു കുഴപ്പക്കാരനാണ്. അവന്റെ കയ്യിലിരിക്കുന്ന ആ ചവറിന്റെ രൂപമില്ലേ, ആ രൂപത്തിലാണ് ഈ കോർ ടവർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പ്രതിമയുടെ വലത് കൈയിൽ ഒരു ശില്പമുണ്ട്. ആ ശില്പം ശരിക്കും ആ കോർ ടവറിന്റെ അതേ മാതൃകയാണ്. അതുകൊണ്ടാണ് ഈ ശില്പത്തെ ആളുകൾ ആരാധിക്കുന്നത് തന്നെ. ഈ കോർ ടവർ സ്ഥാപിച്ചത് ഈ കക്ഷിയാണെന്നുള്ള ഒരു ഫീലാണ് ആളുകൾക്കുള്ളത്. ആ പ്രതിമ ശരിക്കും വിശ്വസിക്കാനാവാത്ത ഒരു സിസ്റ്റമാണ്. അതറിയാവുന്ന ആളുകൾ ഭയഭക്തി ബഹുമാനത്തോട് മാത്രമേ ആ പ്രതിമയുടെ അടുത്തേക്ക് വരാറുണ്ടായിരുന്നു. ആ പ്രതിമയ്ക്ക് ഉള്ളിൽ ഉണ്ടായിരുന്ന ആ മുട്ടുകുത്തിക്കുന്ന വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് ലിൻ ക്ലിൻസ്മാൻ നീലിനോട് പറഞ്ഞു, നീൽ, ഇവൻ ഞാൻ പറഞ്ഞതുപോലെ ഒരു വലിയ സംഭവമൊന്നുമല്ല. ഇവൻ യഥാർത്ഥത്തിൽ ഒരു കാവൽക്കാരനാണ്. ഇവനെ ഈ കോർ ടവർ സൂക്ഷിക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. ഇവൻ അതിനെ മിസ്യൂസ് ചെയ്തതാണ്. ലിൻ ക്ലിൻസ്മാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ സൃഷ്ടിയായ ആ കോർ ടവറിനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവൻ അവനാണ് ആ കോർ ടവർ സൃഷ്ടിച്ചെന്ന ശൈലിയിൽ പിന്നീട് ഇത് അവതരിപ്പിക്കുകയായിരുന്നു. നീൽ, ഇവൻ ആളുകളുടെ സോളും ബ്ലഡും ഒരുപാട് വലിച്ചെടുത്ത് ശക്തനായി മാറിയിരിക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ആ ശക്തി ഈ സംസാര ഗ്രേവ് യാർഡിനകത്തേക്ക് കൊടുക്കാം. അങ്ങനെ ലിൻ ക്ലിൻസ്മാൻ പറഞ്ഞതും ലിൻ ക്ലിൻസ്മാന്റെ 2 കരങ്ങളിലുമായി 6 സൂചികൾ പ്രത്യക്ഷപ്പെട്ടു. അതേ വേഗതയിൽ ആ സൂചികൾ മുന്നോട്ട് പാഞ്ഞതും ആ സോള് തവിടുപൊടിയായി. ആ സോള് തവിടുപൊടിയായി മാറിയതും ആ സംസാര ഗ്രേവ് യാർഡിനകത്ത് പെട്ടെന്ന് കുറച്ച് ഊർജ്ജം അങ്ങ് നിറയുകയാണ്. സംസാര ഗ്രേവ് യാർഡിനകത്തുള്ള ആ കല്ലറകൾക്ക് എന്തെങ്കിലും അനക്കം സംഭവിക്കണമെങ്കിൽ സംസാര ഗ്രേവ് യാർഡിനകത്തുള്ള ഊർജ്ജം കൂടണം. നീൽഗിരി പണ്ട് ഒരു സ്പിരിച്വൽ വെയിൻ അതിനകത്ത് എത്തിച്ചതിന് ശേഷമാണ് ആ കല്ലറയ്ക്കുള്ളിൽ ശക്തമായ ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. ഇപ്പോ ആ ബ്ലാക്ക് സ്റ്റോൺ എവിടെയൊക്കെ സ്പിരിച്വൽ എനർജി ഉണ്ടോ അവിടെ നിന്നൊക്കെ വലിച്ചെടുത്ത് അകത്ത് നിറയ്ക്കും. അകത്ത് സ്പിരിച്വൽ എനർജി അതാണ് ആ കല്ലറകൾക്ക് ഉള്ളിലുള്ള സ്പിരിറ്റുകൾക്ക് ശക്തി നൽകുന്നത്. ഒരു പർട്ടിക്കുലർ ശക്തി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആ കല്ലറിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. അകത്ത് പല കല്ലറകളിലും ഇപ്പോഴും സ്പിരിറ്റുകളുണ്ട്, അനങ്ങാൻ പോലും ആകാതെ. അവയ്ക്ക് ശക്തി വേണം. ആ ശക്തി ഇതുപോലെ പുറത്തുനിന്ന് സപ്ലിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോ ഈ കക്ഷിയുടെ ആത്മാവ് വഴി വൻതോതിൽ ഊർജ്ജമാണ് അവിടെ വന്നത്. ആ ഊർജ്ജം നിറഞ്ഞതും ക്ലിൻസ്മാൻ നീലിനോട് പറഞ്ഞു, നീൽ, നീ ഒരു കാര്യം മാത്രം മനസ്സിൽ ഉറപ്പിക്കുക, ബീസ്റ്റ്, ഡ്രാഗൺ, ഡീമൻ. ബീസ്റ്റ് എന്താണെന്ന് നീലിന് മനസ്സിലായി. അത് ആ ലിറ്റിൽ ഗോൾഡിനെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. ഡ്രാഗൺ അത് നീലിന് അറിയാം, നീലിന്റെ ബ്ലഡ് ഡ്രാഗൺ. പിന്നെയുള്ളത് ഡീമൻ, ചെകുത്താൻ. അതെന്തുകൊണ്ടാവും ക്ലിൻസ്മാൻ അങ്ങനെ പറഞ്ഞത്? നീൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നീലിന്റെ ആലോചന തടസ്സപ്പെടുത്തിക്കൊണ്ട് ക്ലിൻസ്മാൻ നീലിനോട് പറഞ്ഞു, നീൽ, ഇവിടെ ഈ കൊല്ലലിൽ വിലയില്ലാത്തത് മനുഷ്യന് മാത്രമാണ്. മനുഷ്യന്റെ ജീവന് ഒരു വിലയും ഇവിടെയില്ല. വിലയുള്ളത് പവറിനാണ്, ശക്തിക്കാണ്. പവർ കാണിക്കേണ്ടിടത്ത് അത് കാണിക്കുക തന്നെ വേണം. നിന്റെ പാത്ത് മെഡിസിൻ അല്ല, സ്ലോട്ടറാണ്. എതിരാളിയെ കൊല്ലുക അതൊരു ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്ന നിനക്ക് മുന്നോട്ടുള്ള പാതയിൽ മടിക്കാൻ പറ്റില്ല. നീൽ, ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? മാസ്റ്റർ മനസ്സിലാകുന്നുണ്ട്. നീൽഗിരി, നിന്നെ ഈ സംസാര ഗ്രേവ് യാർഡിന്റെ മാസ്റ്ററായി തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുത്ത ആളുകൾക്ക് വ്യക്തമായ ധാരണയുണ്ട് നിന്നെക്കുറിച്ച്, നിന്റെ പാത്തിനെ കുറിച്ച്, നിന്റെ ലക്ഷ്യത്തെക്കുറിച്ച്. നീ ഇടവും വലവും നോക്കണ്ട. നിന്നെയും നിന്റെ കൂടെയുള്ള ആളുകളെയും നശിപ്പിക്കാനായി ആരിറങ്ങി തിരിച്ചാലും അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത്
വ്രതമായി മനസ്സിലേക്ക് എടുക്കുക. ഓക്കെ, ഇനി നിനക്ക് പുറത്തേക്ക് പോവാം. അങ്ങനെ കേട്ടതും നീൽഗിരിയുടെ ആത്മാവ് പെട്ടെന്ന് ആ പ്രതിമയുടെ മുന്നിലേക്ക് മടങ്ങിയെത്തി. നീല ആ പ്രതിമയുടെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണല്ലോ. നീല കുറെ നേരം നിന്നിട്ടും ആ പ്രതിമയിൽ നിന്ന് പ്രകാശമൊന്നും വരാത്തത് സ്വാഭാവികമായിട്ടും അവിടെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താണ് സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാം. നീൽഗിരി ഒരു ഡെഡ് ബോഡിയായി താഴേക്ക് വീഴും. അത് സംഭവിക്കാൻ പോവുകയാണ്. യാമിയും ഊവലനും ഉൾപ്പെടെ സകലരും വല്ലാണ്ടായി. ഊവലനും യാമിയും വല്ലാതെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശരിക്കും ലിങ് യുവിന് പോലും ഒന്നും പറയാനില്ല. ജിങ്ഷ ഒന്ന് ചിരിച്ചു. ഏയ് ലിങ് യു, ഇനി ഇവിടെ തർക്കത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. മത്സരത്തിൽ നീൽഗിരി തോറ്റുകഴിഞ്ഞു. അങ്ങനെ ജിങ്ഷ പറഞ്ഞതും റൊണാൾഡോ ഒന്ന് ചിരിച്ചു. എന്തൊരു അഹങ്കാരമായിരുന്നടാ നിനക്ക്. ഇപ്പോ എന്തായി? ആ പ്രതിമ നിന്നെ അനുഗ്രഹിച്ചില്ല എന്ന് മനസ്സിലായില്ലേ? അങ്ങനെ റിച്ചാർഡിന്റെ മകൻ റൊണാൾഡോ മറുപടി പറഞ്ഞതും റിച്ചാർഡിന്റെ മുഖത്ത് ശരിക്കും 1000 സൂര്യന്മാർ ഉദിച്ച ഒരു പ്രതീതി ഉണ്ടാവുകയാണ്. അയാൾക്ക് വല്ലാത്തൊരു ആത്മാഭിമാനം തോന്നി. തന്റെ മകനിതാ സകല ആളുകളുടെ മുന്നിൽ വെച്ച് ഒരു വൻ വിജയം നേടിയിരിക്കുകയാണ്. അങ്ങനെ അയാൾക്ക് തോന്നിയ ആ നിമിഷത്തിൽ നീല് റൊണാൾഡോയോടായി പറഞ്ഞു, ഈ പ്രതിമ എന്നെ എന്തിനാ അനുഗ്രഹിക്കണം? ഇത് വെറും ചവറല്ലേ? അങ്ങനെ പറഞ്ഞ നീല് കൈ ഉയർത്തി ഒരു ഒറ്റ ഇടി. ശരിക്കും അപ്രതീക്ഷിതമായി നീൽഗിരി ആ പ്രതിമയിലേക്ക് ആഞ്ഞിടിച്ചതും അവിടെ ഉള്ള മുഴുവൻ ആളുകളും ശരിക്കും സ്തംഭിച്ചു പോവുകയാണ്. ചില ആളുകൾ നീലിനെ തടയാനായി മുന്നോട്ട് കുതിച്ചതാണ്. പക്ഷേ അതിനു മുമ്പ് നീൽ ഇടിച്ചു കഴിഞ്ഞു. ആ പ്രതിമ നീലിനെ കൊല്ലാൻ പോവുകയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ആ നിമിഷത്തിലാണ് നീൽ ആ പ്രതിമയിലേക്ക് ഇടിച്ചത്. ആ പ്രതിമയോട് എന്തെങ്കിലുമൊക്കെ താണു വീണ് അപേക്ഷിച്ച് ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ആ പ്രതിമയെ നീലിത ആക്രമിച്ചിരിക്കുകയാണ്. നീൽഗിരിയെ രക്ഷിക്കാൻ ഇനി ഒരാൾക്കും പറ്റില്ല എന്ന് ലിങ് യു മനസ്സിൽ കരുതുമ്പോൾ അയാളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കാഴ്ച അവിടെ ഉണ്ടാവുകയാണ്. നീല് ആഞ്ഞിടിച്ച ആ പ്രതിമ നീലിന്റെ ഇടിയേറ്റ് തവിട്ട് പൊടിയായി താഴേക്ക് വീണു. ഇതുവരെ അതിശക്തരായ മാർഷൽ ആർട്സ് എക്സ്പെർട്ടുകളെയും വൻ ആൽക്കമിസ്റ്റുകളെയൊക്കെ നിഷ്പ്രയാസം ആഗിരണം ചെയ്തിരുന്ന ആ പ്രതിമ ഇതാ തവിട് പൊടിയായി മണ്ണായി മാറിയിരിക്കുകയാണ്. പ്രതിമയും നീലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നീൽ പറഞ്ഞ ആ വാചകം ശരിയാവുകയാണ്. നേരത്തെ നീൽ ആ പ്രതിമയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയില്ല. ഇപ്പൊ ഇതാ ആ പ്രതിമയെ ഒറ്റയിടിക്ക് നീൽ ഇല്ലാണ്ടാക്കിയിരിക്കുകയാണ്. വിശ്വസിക്കാനാവാത്ത ആ കാഴ്ച അമ്പരപ്പോടെ ആളുകൾ കണ്ടു നിൽക്കുമ്പോൾ നീല് ആ എതിരെയുള്ള ആ പ്ലാറ്റ്ഫോമിലേക്ക് ഒന്ന് നോക്കി. അടുത്ത പക്ഷത്തിൽ നീല് കാല് തറയിലൊന്ന് ആഞ്ഞ് ചവിട്ടിയതും ആ പ്ലാറ്റ്ഫോമിലെ സൂചി കുത്തരെ മുകളിലേക്ക് കുതിച്ചു. 1 2 3 എന്ന് എണ്ണി തുടങ്ങുമ്പോൾ ആ സൂചി കുതിക്കുന്നത് 100 500 1000 5000 എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പെട്ടെന്ന് അത് 10000 എന്ന നമ്പറിലെത്തി. അതുവരെ ആ പ്ലാറ്റ്ഫോമിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 10000 എത്തിയതും ശരിക്കും ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി അത് കുതിക്കുകയാണ്. അതിന്റെ ആ പ്രഷറിൽ ആ പ്ലാറ്റ്ഫോം അങ്ങ് തകർന്നു. അവിശ്വസനീയമായ 2 കാഴ്ചകളാണ് അവരിവിടെ കണ്ടത്. 624 എന്ന നമ്പർ, അതാണ് വലിയ നമ്പർ എന്ന് കരുതിയാണ് നീല് പരാജയപ്പെട്ടു എന്ന് ജിങ്ഷ പറഞ്ഞത്. പക്ഷെ നീൽ എത്തിയതോ 10000 എന്ന പോയിന്റിലേക്ക്. 10000ത്തിന് അപ്പുറത്തേക്ക് നീലിനെ കടക്കാൻ പറ്റുമെന്ന് ആ സൂചി വിളിച്ചു പറയുകയാണ്. നീലിന്റെ ആൽക്കമി കപ്പാസിറ്റിയുടെ അളവുകോലാണ് അവിടെ കാണിക്കുന്നത്. നീലിന്റെ ആ കപ്പാസിറ്റി അളക്കാൻ അവിടെ വെച്ചിരിക്കുന്ന ആ അളവുകോലിന് കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം ആളുകൾ തിരിച്ചറിയുമ്പോൾ നീല് ആ വലത് കൈ ഒന്ന് ഉയർത്തി. നീലിന്റെ കയ്യിൽ അപ്പോ ആ ഡ്രാഗൺ സ്ലൈങ് സോഡ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ആ സോഡ് പ്രത്യക്ഷപ്പെട്ടതും നീല് ആ സോഡ് ഒരൊറ്റ വീശി. ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാക്കും മുമ്പ് ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു. മുന്നിലുണ്ടായിരുന്ന റൊണാൾഡോയുടെ കഴുത്തറ്റ് ആ തല താഴേക്ക് വീഴുകയാണ്. ക്യുലിൻ കുടുംബത്തിന്റെ ദ ഒണാൻറ്റുള്ളി ക്യുലിൻ റൊണാൾഡോയുടെ തലയില്ലാത്ത ആ ഉടല് ഒരു നിമിഷം അവിടെ സ്റ്റക്കായി നിന്നതിന് ശേഷം ഒരു ശബ്ദത്തോടെ താഴേക്ക് വീണു. ഞെട്ടിപ്പിക്കുന്ന ആ കാഴ്ച കണ്ട് ശരിക്കും ഭയന്നുപോയ അമ്പരന്നുപോയ ആളുകൾ സ്തംഭിച്ചങ്ങനെ നിൽക്കുമ്പോൾ ക്യുലിൻ ഒരു വാളും വലിച്ചൂരിക്കൊണ്ട് മുന്നോട്ട് ഒരൊറ്റ കുതിപ്പ്. ക്യുലിൻ റിച്ചാർഡിന്റെ ഏക മകൻ ക്യുലിൻ റൊണാൾഡോയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ റൊണാൾഡോയെ കൊന്ന നീലിനെ അവസാനിപ്പിക്കാനായി മുന്നോട്ട് ക്യുലിൻ റിച്ചാർഡ് കുതിച്ചതും ക്യുലിൻ റിച്ചാർഡിന്റെ മുന്നിലേക്ക് സാക്ഷാൽ ലിയോ ഊവലൻ കയറി വരികയാണ്. ഊവലൻ കയറി വന്നോന്ന് മാത്രമല്ല, ഊവലന്റെ വലത് കൈയിലെ വാള് ഒരു ശബ്ദത്തോടു കൂടി റിച്ചാർഡിന്റെ നെഞ്ചിലൂടെ അങ്ങ് കടന്നു പോവുകയും ചെയ്തു. ആ വാള് റിച്ചാർഡിന്റെ ഹൃദയം തുളച്ച് പുറത്തേക്ക് പോകുമ്പോൾ അമ്പരപ്പിക്കുന്ന ആ കാഴ്ചയിൽ വിശ്വസിക്കാനാവാതെ റിച്ചാർഡ് ഊവലനോട് ചോദിച്ചു, ഹേയ് താൻ എന്താ പോടോ, ഞാനിത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ഊവലൻ പറയുമ്പോൾ റിച്ചാർഡ് താഴേക്ക് വീണു. ഊവലന്റെ ആ വാള് തറയിൽ കുത്തി പിടി മാത്രം മുകളിലേക്ക് നിൽക്കുമ്പോൾ തല ഉൾപ്പെടെയുള്ള ഭാഗം പുറകോട്ട് കുനിഞ്ഞ് ഡെഡ് ബോഡിയായി ആ റിച്ചാർഡ് അങ്ങനെ കിടക്കുകയാണ്. ക്യുലിൻ കുടുംബത്തിലെ അച്ഛന്റെയും മകന്റെയും അതിദയനീയമായ ആ അന്ത്യം വല്ലാത്തൊരു ഞെട്ടൽ ആ ജിങ്ഷായ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്.
അയാൾ അവിശ്വസനീയമായ എന്തോ കണ്ടതുപോലെ അങ്ങനെ നോക്കുമ്പോൾ ലിങ് യു മുന്നോട്ട് കയറി. ഇവിടെ ഇനി എന്തെങ്കിലും ഇടപാട് നടത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഫൈറ്റ് വീണ്ടും ആരംഭിക്കും. നേരത്തുള്ള ഫൈറ്റിൽ ജിങ് ഷായ്ക്ക് നല്ല പരിക്കുണ്ട്. അതുകൊണ്ടാണ് അയാൾ ആ ഫൈറ്റ് വഴിക്ക് വെച്ച് നിർത്തിയത്. ലിങ് യു പറഞ്ഞ വാക്കുകൾ കേട്ടതും ജിങ് ഷാ ലിങ് യുവിനോട് പറഞ്ഞു, ലിങ് യു ഒന്നും അവസാനിച്ചിട്ടില്ല. അങ്ങനെ അയാൾ പറഞ്ഞതും അയാള് അവിടെ നിന്ന് അപ്രത്യക്ഷമായതും ഒരേ വേഗതയിലാണ്. ഈ സമയത്ത് നീൽഗിരിയുടെ അടുത്തേക്ക് വന്ന ലിങ് യു നീലോട് പറഞ്ഞു, യങ്മാൻ, എനിക്ക് താങ്കളോട് ഒരു കാര്യം ചോദിക്കണം. ഒന്ന് ടവറിനകത്തേക്ക് വരാവോ? വളരെ ക്ഷമയോടുകൂടി ആ മനുഷ്യൻ അത് ചോദിക്കുന്ന കണ്ടാൽ സകലടി കിളി പോവും. അവര് രണ്ടും കൂടി ആ ടവറിന് നേരെ നടക്കുമ്പോൾ റിച്ചാർഡിനെ വധിച്ച ഊവലന് നേരെ ഒരു സംതൃപ്തി കലർന്ന മുഖത്തോടെ നീൽഗിരി നോക്കുമെന്ന് ഊവലൻ കരുതിയോ എന്നറിയാൻ വയ്യ. പക്ഷെ നീല് നോക്കിയതേയില്ല. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നതായി പോലും നീല് കാണിച്ചില്ല എന്നാണ് സത്യം. ആ ടീം അങ്ങനെ കടന്നു പോകുമ്പോൾ നാൻമെങ്കും ബാക്കിയുള്ള ആളുകളൊക്കെ സ്ഥലം വിട്ടു കഴിച്ചു. ബാലൻസ് ഉള്ളത് ഊവലനും യാമിയും മാത്രമാണ്. ആ രണ്ട് ഗാർഡുകളും ലിങ് യുവിനൊപ്പം അവിടെ ആ കോർട്ടവറിനകത്തേക്ക് കടന്നിരിക്കുകയാണ്. പുറത്തു നിൽക്കുന്ന യാമിയോടായി ഊവലൻ പറഞ്ഞു, യാമി, ആളുകളെ മനസ്സിലാക്കാൻ എനിക്ക് നിന്നെക്കാൾ കഴിവുണ്ട് എന്നാണ് ഞാൻ ഇത്രയും നാൾ കരുതിയത്. പക്ഷെ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. നീ ആ ചെറുപ്പക്കാരനെ മനസ്സിലാക്കിയെടുത്താണ് നമ്മുടെ കുടുംബത്തിന്റെ ലക്കിരിക്കുന്നത്. യാമി, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അച്ഛ എന്താ പറഞ്ഞു വരുന്നത്? യാമി, ഒരുപാട് നമുക്ക് അബദ്ധങ്ങൾ പറ്റി. പക്ഷേ ഇനി അത് പറ്റാൻ പാടില്ല. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. മിസ്റ്റർ ഗ്രീ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ കൂടെ കൂട്ടണം. അങ്ങനെ ഊവലൻ യാമിയോട് പറയുമ്പോൾ യാമിക്ക് തന്റെ അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് ആദ്യം മനസ്സിലായില്ല. അവള് അമ്പരപ്പോടെ ഊവലനെ നോക്കുമ്പോൾ ഊവലൻ യാമിയോട് ചോദിച്ചു, യാമി, സത്യം പറ, എന്താ നിന്റെ മനസ്സിൽ മിസ്റ്റർ ഗ്രീയെ കുറിച്ചുള്ള ഇമേജ്? ആ ചോദ്യം ഊവലൻ ചോദിച്ചതും യാമിയുടെ മുഖത്തേക്ക് പെട്ടെന്ന് രക്തം ഇരച്ചു കയറി. അവർക്ക് ആദ്യം ഒരു അഡ്മിറേഷൻ ആയിരുന്നു, ഒരു ബഹുമാനം. നീലിന്റെ ആ ആൽക്കമി സ്കില്ലുകളോട് സ്വാഭാവികമായും ആൽക്കമിസ്റ്റായ അവർക്കുണ്ടായ ആ ബഹുമാനം ഏതോ സ്റ്റേജിൽ വളർന്ന് വലുതായി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അടുപ്പമായി മാറിയിരിക്കുകയാണ്. നീല് സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് അവളെ ആ റിച്ചാർഡിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ച നിമിഷത്തിൽ അവൾക്ക് നീലിനോടുള്ള അടുപ്പം കൂടുകയും ചെയ്തു. ഈ സംഭവവികാസങ്ങൾ അവിടെ എങ്ങനെ നടക്കുമ്പോൾ അകത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരു രംഗം അരങ്ങേറുകയാണ്. അകത്തെത്തിയ ആ നിമിഷത്തിൽ ലിങ് യു നീലിനോട് ചോദിച്ചു, യങ്മാൻ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ ചോദ്യം കേട്ടതും നീല് ചോദിച്ചു, താങ്കളുടെ പേര് ലിങ് യുവാൻ ആണെന്ന് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ താങ്കൾക്ക് അറിയേണ്ടത്? അതെ, അതെങ്ങനെ അറിഞ്ഞു? മിസ്റ്റർ ലിങ് യുവാൻ, ആ പേര് ലിൻ ക്ലിൻസ്മാനും മാത്രമാണ് അറിയാവുന്നുള്ള കാര്യം താങ്കൾക്കറിയാം. ഞാനും ലിൻ ക്ലിൻസ്മാനും തമ്മിൽ എന്താണ് ബന്ധമെന്നായിരിക്കും താങ്കൾ അടുത്തായി ആലോചിക്കുന്നത്. അതിനൊരു ഉത്തരമുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. ലിൻ ക്ലിൻസ്മാൻ എന്ന ഇതിഹാസത്തിന്റെ ശിഷ്യനാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് കേട്ട ആ നിമിഷത്തിൽ ഒരു ശബ്ദത്തോടെ സാക്ഷാൽ ലിങ് യു താഴേക്ക് വീണു. രണ്ട് മുട്ടും തറയിൽ കൊടുത്ത് ലിങ് യു സാക്ഷാൽ നീൽഗിരിയെ രണ്ട് കൈകൊണ്ട് തൊഴുമ്പോഴാണ് ആ മുറിയിലേക്ക് ചായയും സ്നാക്സുമായി ആ രണ്ട് ഗാർഡുകൾ ഓൾഡ് ഫെങ്ങും ഓൾഡ് യാങ് കടന്നു വരുന്നത്. അവർ ആ കാഴ്ച കൃത്യമായി കണ്ടു. ആൽക്കമി മാസ്റ്റർ ലിങ് യു ഇതാ ആ ചെറുപ്പക്കാരന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ദ യങ് മാസ്റ്റർ എന്ന കഥ നിങ്ങളോട് പറഞ്ഞത് സ്റ്റോറി ടെല്ലർ ചാനലിൽ നിന്നും BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യാം. താങ്ക് യു.